ഗുഡ് മോർണിംഗ് ഓൾ. സൂം മീറ്റിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ പേര് ഓമന സെബാസ്റ്റ്യൻ പെരുമ്പാവൂര്. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അനേക റിസൾട്ടുകൾ കിട്ടി, അനേകർക്ക് ആശ്വാസം പകരാൻ അതിശക്തമായി അത് കണ്ടതിന് ശേഷമാണ് ഈ ബയോട്ടറിം എന്ന ദൈവിക മൂല്യമുള്ള ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഏകദേശം 3 വർഷമാകുന്നു. ഓക്കെ, ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ മനോജ് സാർ, ഡാനി സാർ, എൻ്റെ വാല്യുബിളായ എൻ്റെ ഈ ബയോട്ടോറിം ഫാമിലി മെമ്പേഴ്സ്, പുതിയ അംഗങ്ങളെ ഇന്നത്തെ സൂം മീറ്റിംഗിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സമയം വരെ ജീവനും ആരോഗ്യം തന്ന് നമ്മുടെ വിജയമെല്ലാം ഓരോ നിമിഷം നാളെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിനോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. അതുപോലെ തന്നെ നമ്മുടെ സൂമിലേക്ക് വരുന്ന ഓരോരുത്തരും നമ്മുടെ മൊബൈൽ ഫോൺ മ്യൂട്ട് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഓൺ ആക്കുന്നവര് രാവിലെയാണ്, പല സിറ്റുവേഷൻ ആയിരിക്കാം, ആ സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരും അത് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ ഒരിക്കൽ കൂടി ഇന്നത്തെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് KBC ഒരുക്കുന്ന അതിമനോഹരമായ സൂം മീറ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. അതിനു മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ദൈവം ചെയ്തു തന്നേക്കണ പല ഘടകങ്ങളുണ്ട്, അമൂല്യമായ ഘടകങ്ങളുണ്ട്, പ്രകൃതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഘടകങ്ങളൊന്നും നമുക്ക് ശരിയായ അളവിൽ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പലരും പല ഡിസോർഡറിനും കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിസോർഡറിനെ മറികടക്കാൻ നമ്മുടെ ഈ ബയോട്ടോറിം കമ്പനി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ചിരിക്കുന്ന സംഭവം ഓരോ ഘടകങ്ങളും, അതായത് മനുഷ്യന് വേണ്ട കിട്ടാതെ പോകുന്നത് എന്താണോ അത് നമ്മൾക്ക് നിരത്തി തരുന്ന ഒരു വലിയൊരു പ്രസ്ഥാനത്തിൽ നമ്മൾ വന്നുപെട്ടിട്ടുണ്ട്. ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് അതെന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിന് നമുക്ക് ഇന്ന് മാതൃകയാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മളത് പ്രസന്റ് ചെയ്യാൻ വരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഏറ്റവും പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു ജോലിയോടൊപ്പം തന്നെ അതിശക്തമായി നമുക്കൊക്കെ ഇന്ന് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ജനതയാണ് ഇന്നത്തെ സമൂഹത്തെങ്കിൽ, ഈ ഒരു സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കി അനേക ജീവിതങ്ങളിലേക്ക് രാത്രിയില്ല പകലില്ലാതെ ഓടി നടന്ന് ഒരു പടക്കുതിരയെ പോലെ എന്നപ്പനയം ചിലപ്പോ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും അദ്ദേഹം വീട്ടിലെത്തുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ സൂം കണ്ടക്ട് ചെയ്യാനും പിന്നെ ജോലിക്ക് പോവാനും, അതോടൊപ്പം ആ ഡ്യൂട്ടി സമയത്ത് പോലും നമ്മുടെ കൂടെ വർക്ക് അസോസിയേറ്റ് ചെയ്ത ഓരോ വ്യക്തികളെ വിളിച്ച് കാര്യം അന്വേഷിക്കാനും ആ ടീമിനെ എല്ലാ വശങ്ങളും കൊണ്ട് വരുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ ശ്രീമൂല നഗരത്തിന്റെ സ്വന്തം ശിവ സാറാണ്. അദ്ദേഹം ജോലിയോടൊപ്പം ഈ ബയോട്ടോറിയം നെഞ്ചിലേറ്റി ഒരു നല്ലൊരു ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിത്വം. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. അതോടൊപ്പം തന്നെ ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ആയിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. പെട്ടെന്നായിരുന്നു നല്ല യൂണിസാറെ വിളിച്ചു പറഞ്ഞ ഒരു സൂം ചെയ്യണമെന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് KBCയിൽ 1-2 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്നുകൊണ്ട് നമുക്ക് പലരെയും പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു വ്യക്തി സമൂഹമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു സൗഹൃദ വലയം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കമ്പനി പറയുന്നത് പോലെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്ന 3 കാര്യങ്ങളും 100% പാലിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്നെടുത്ത് പറയാൻ പറ്റും. കാരണം വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതമായാലും നമ്മുടെ പ്രായമായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് സൗഹൃദ വലയങ്ങളാണെന്നാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ കുറയും. ടെൻഷൻ കുറയാണെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ ഇതാവും. അപ്പൊ നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്ന ദൈവത്തിന് ആദ്യം നയം എന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ ഇതിൽ വന്നേണ്ട ഓരോ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.
കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വാർത്തകള് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. നമ്മൾ ഇത്ര നാള് കേട്ടുകൊണ്ടിരുന്നത് കുഴഞ്ഞു വീണ് മരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞെട്ടിച്ച സംഭവം എന്ന് പറയാൻ കാരണം, ഒരു ഡോക്ടർ പരിശോധനയ്ക്കിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ ഞാൻ ഇന്നലെ ഈ ഒരു വിഷയം ഞങ്ങളുടെ മീറ്റിംഗില്, ഞങ്ങൾ ഈ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് സത്താർ സാറിന്റെ വീട്ടില് കുറച്ച് ലീഡേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ആഴ്ച നടന്ന കാര്യങ്ങള്, ഇനി അടുത്ത ആഴ്ച ചെയ്യാൻ പോകേണ്ട കാര്യങ്ങള് എല്ലാം വളരെ വ്യക്തമായി സംസാരിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ അത് സംസാരിച്ച സമയത്ത് സത്താർ സാർ പറഞ്ഞത്, ഇന്നലെ തന്നെ പത്രത്തില് 4 ഓട്ടോ ഡ്രൈവർമാരോളം കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പണ്ട് ഒരു കുഴഞ്ഞു വീണ് മരണം എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ കുഴഞ്ഞു വീണ് മരണം അത് വലിയ വാർത്തയല്ലാതെ മാറിയിരിക്കുന്നു. അത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കുഴഞ്ഞു വീണ് മരണങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ കുഴഞ്ഞു വീണ് മരണങ്ങള് ശരിക്കും പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ താങ്ങും തണലായിട്ടിരിക്കുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ മരിക്കുക. അത്ര നാള് നമുക്കറിയാം ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും, അത്ര ബുദ്ധിമുട്ടിയായിരിക്കും അദ്ദേഹം കൊണ്ടുപോകുന്നത്. ആ പ്രധാനപ്പെട്ട വ്യക്തി ഇല്ലാതാകുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. കുറെ അതിഭീകരം തന്നെയാണത്, ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരു പ്രത്യേക രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിന് അത് ആ സാമ്പത്തിക വിഷയം കൊണ്ട് മൊത്തം താളം തെറ്റുന്ന ഒരു അവസ്ഥയാണ്. ഇനി അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതിൽ നമുക്ക് ഈ വയോട്ടോറിയം കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒന്ന് ആലോചിക്കണം, ഇന്ന് ലോകത്ത് നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയാണ് നമ്മൾ ഈ ബയോട്ടോറിയം കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നമ്മള് വിതരണക്കാരായിട്ട് ഏറ്റെടുത്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യുക എന്ന കാര്യം. കാരണം നമ്മളൊരു കുടുംബത്തിന്റെ ജീവിതമാണ് എനിക്കും ചിലപ്പോൾ രക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്തു. അവിടെ പോയിരുന്നു. നമ്മുടെ ടീമിൽ നിന്ന് ഒരു 46ഓളം പേര് നമ്മുടെ ശ്രീമൂലകാരൻ ടീമിൽ നിന്ന് സ്റ്റാർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പോയിരുന്നു വാഗമണില്. അവിടെ വെച്ച് നടന്നൊരു സംഭവം എന്ന് പറയുന്നത്, തമിഴ്നാട് ഒരു സ്വദേശിയായ ഒരു വ്യക്തി അവിടെ വാഗമണിൽ വെച്ച് ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയുണ്ടായി. അവരുടെ ഭാര്യ അലമുറയിട്ട് കരയുന്നു. വലിയൊരു ജനക്കൂട്ടം അതിന്റെ ചുറ്റുമുണ്ട്. എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ നമ്മുടെ ഓമന മാഡം, ഇന്ന് നമ്മുടെ MC ആയിരിക്കുന്ന ഓമന മാഡം ഓടി ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഈ ഒരു പ്രോഡക്റ്റ് അദ്ദേഹത്തിന്റെ ജീവിതം രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കിടന്ന റിസ്റ്റ് ബാൻഡ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കെട്ടിക്കൊടുത്തു. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹം കണ്ണു തുറന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ഓമന മാഡം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന് വാഗമൺ പോലുള്ള സ്ഥലത്ത് ഹോസ്പിറ്റലോ എനിക്ക് ഉണ്ടോ എന്ന് അറിയില്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ജീവിതം പോയിട്ടുണ്ടാവും. ഒരു അറ്റാക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് സംഭവിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന 30 ഘടകങ്ങളുണ്ട്. അതായത് ഒരു 30 to 40% ആളുകളും റിക്കവറി ആയി പോരുന്നുണ്ട്. നമുക്കറിയാം സ്ട്രോക്ക് വന്ന ആളുകൾ പലരും റിക്കവറി ആയി പോരുന്നുണ്ട്. ബാക്കി ഒരു 30% ആളുകൾ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ മരിച്ചു പോകുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 30 to 40% ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ചിലപ്പോൾ പാരലൈസ് ആയിട്ട് കിടക്കണ്ടാവും, അവർക്ക് ഒരു വശം തളർന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഒന്നും അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടാവും. അപ്പൊ ആ വീട്ടിലെ കുടുംബനാഥനായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാകുക. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ആ വീട്ടിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തെറ്റിപ്പോയി. അദ്ദേഹത്തിന് നോക്കാൻ ചിലപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റാതെ കിടപ്പിലായിരിക്കും. അദ്ദേഹത്തിന് നോക്കാൻ വേണ്ടി വീട്ടിലെ ഒരാൾ കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കേണ്ടി വരും. അപ്പൊ 2 വരുമാനം ഇൻകം ഏൺ ചെയ്യുന്ന ആളുകൾ വീട്ടിൽ സ്വന്തം ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ തന്നെ ആ കുടുംബത്തിലേക്ക് വരുന്ന ഇൻകം നിൽക്കാണ്. പിന്നെ ഇദ്ദേഹം ചിലപ്പോൾ എത്ര വർഷമാണ് കിടക്കണേ എന്ന് പറയാൻ പറ്റില്ല. അത്ര നാള് ഇദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സജി എന്ന് പറഞ്ഞൊരാള്. ഒരു 3 വർഷം മുമ്പാണ് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചത്. അദ്ദേഹം ഇപ്പോഴും
ആ കിടപ്പിലാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും റിക്കവറി ആയി സാധിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് കൂടെ ജോലി ചെയ്യാതെ ഇപ്പൊ അവിടെ കൂടെ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ ഒരു 20 വയസ്സുള്ള ഒരു മകനാണ് ആ കുടുംബം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹം സൊമാറ്റോ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അപ്പൊ കുടുംബം നടത്തുന്നത്. വാടക വീട്ടിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാ ഒരു കുടുംബത്തിന്റെ താളം തെറ്റാൻ ചിലപ്പോ സെക്കൻഡുകൾ മതി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഒന്ന് ജനങ്ങളിലേക്ക് മാക്സിമം ഒന്ന് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിജയമാണ്, വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്, അതൊരു ചാരിറ്റിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാവും. കാരണം നിങ്ങളെ കളിയാക്കാനും നിങ്ങളെ കുറ്റം പറയാനും നിങ്ങൾക്ക് പല വിഷയങ്ങളുണ്ടാകാനും നിങ്ങളെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി അത് നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു സമാധാനം ഉണ്ടാവും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ എൻ്റെ ഒരു കൂട്ടുകാരന്റെ അമ്മ, സാധാരണ അവർ ഇറങ്ങി വരാത്തതാണ്, എന്നെ കണ്ടപ്പോ ഓടി വന്നു, അങ്ങനെ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, എന്റെ പുറം വേദന മുഴുവൻ മാറി, എന്റെ ഒരു ഡിസ്കിന് ചെറിയൊരു ബഡ്ജ് ഉണ്ടായി, ആ ബഡ്ജിന്റെ അവിടെ മാത്രമേ ഇപ്പൊ വേദനയുള്ളൂ, ബാക്കി ശരീരത്തിലെ വേദനകൾ മുഴുവൻ മാറിയിരുന്നു. അപ്പൊ പ്രായമായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ വേദന മാറ്റാൻ, അവരുടെ ശരീരത്തിലെ നീർക്കെട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യുക. ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന ആളുകളെല്ലാവരും ആ ഒരു കാര്യം ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് ഇന്ത്യയിൽ 100 കണക്കിന് നെറ്റ്വർക്ക് കമ്പനികളിൽ ഏതാണ്ട് 2023-24 കാലഘട്ടങ്ങളിൽ 13ാം സ്ഥാനം എത്തിയ ഒരു കമ്പനിയാണ്. ഒരു കമ്പനി 13ാം സ്ഥാനം എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല, അതും കുറഞ്ഞ സമയം കൊണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കും മറ്റുള്ള കമ്പനികളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾ ഏതൊരു കമ്പനീനെ എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, മറ്റുള്ള കമ്പനികളൊക്കെ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 12-15 വർഷങ്ങളും 30 വർഷങ്ങളും കൊണ്ട് ആ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു കമ്പനി IMC കമ്പനി 18 വർഷം കൊണ്ടാണ് 12ാം സ്ഥാനം എത്തിയാണ്. അതിന് ടോപ്പ് ഉള്ള കമ്പനി 11 സ്ഥാനം എത്തിയത് DXN എന്ന് പറഞ്ഞ കമ്പനി 24 വർഷം കൊണ്ടാണ്. ഇന്ന് ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനികൾ അല്ലെങ്കിൽ ആംവേ ആണെങ്കിൽ 3ാം സ്ഥാനമാണുള്ളത്, 30 വർഷം കൊണ്ടാണ് 3ാം സ്ഥാനം എത്തിയെങ്കിൽ നമ്മുടെ കമ്പനി വെറും 4 വർഷം കൊണ്ടാണ് 13ാം സ്ഥാനം എത്തിയത്. ആ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ മേന്മയും ആ കമ്പനിയുടെ ബിസിനസ് പ്ലാനിന്റെ മേന്മയും നമ്മുടെ MDയുടെ മേന്മയും കൊണ്ടാണ് മാത്രമാണ് ഒരു കമ്പനി റോക്കറ്റ് പോലുള്ള സ്പീഡിലാണ് നമ്മുടെ കമ്പനി ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പൊ കമ്പനി എന്താണ്, അതായത് അത്ര അധികം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ ഒരു വക്താവാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഇത് കമ്പനീനെ കുറിച്ച് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് പറയുന്നത്, കമ്പനി ഒരു ബേസ്മെന്റ് ആണ്. നമ്മൾ എത്ര വലിയ ടീമിനെ കെട്ടിപ്പൊക്കിയാലും നല്ലൊരു കമ്പനി അല്ലെങ്കിൽ ആ കമ്പനി എപ്പോ വേണമെങ്കിലും നമ്മൾ ചെയ്തിരുന്ന ആ വർക്കുകൾ, നമ്മൾ ചെയ്തിരുന്ന ആ എഫേർട്സ് എല്ലാം നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടീമിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം ഇതേപോലെ ഒരു കമ്പനിയിൽ പ്രവർത്തിച്ചിട്ട് 25ാം വർഷമായപ്പോഴാണ് ആ കമ്പനി തകർന്നു പോയത്. ഒരു ബേസ് പോലും ഇല്ല, ഒന്നും കിട്ടില്ല. ഇപ്പോഴും ആ കമ്പനി കേസായിട്ട് നടക്കണം. അപ്പൊ ഒരു വലിയൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോ ആ ടീമിൽ നിന്ന് വരുമാനം കിട്ടേണ്ട വരും. കാരണം നമുക്ക് പറയാം, നമ്മളൊരു ഇതിലൊരു ചീര നടന്ന പോലെ അല്ലെങ്കിൽ ഒരു ചെടി നടന്ന പോലെ അല്ല ഇതിന്റെ വരുമാനം. നമ്മളിതിൽ ഒരു തെങ്ങ് നടന്ന പോലെയാണ്. തെങ്ങ് നടന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷങ്ങളിലൊന്നും വരുമാനം കിട്ടില്ല. അതൊരു 4-5 വർഷം കഴിയുമ്പോഴായിരിക്കും അതിന്റെ വരുമാനങ്ങളൊക്കെ കിട്ടി തുടങ്ങണം. ആ സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ എഫർട്ടും അവിടെ വേസ്റ്റ് ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ കമ്പനി എന്താണ് എന്നാ നമ്മളൊന്ന് പരിശോധിക്കാം. നമ്മുടെ കമ്പനി ഈ ബയോട്ടോറിയം കമ്പനി 2008 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. 18 വർഷത്തോളം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റും പിന്നെ സോഫ്റ്റ്വെയറുമാണ് ഇത് ഡീൽ ചെയ്യുന്ന 2 പ്രൊഡക്റ്റുകൾ. ഇത് ISO സർട്ടിഫൈഡ് കമ്പനിയാണ്.
ഏതാണ്ട് 2020 വരെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു എക്സ്പോർട്ട് മാത്രം ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും, ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചില്ലെങ്കിൽ ആ പ്രോഡക്റ്റുകളെല്ലാം റിട്ടേൺ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ചില ഷർട്ടിന്റെ ഒരു നൂല് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റഡ് ആണ്. ഷർട്ടിന്റെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റഡ് ആണ്. അപ്പൊ ക്വാളിറ്റി ബേസിൽ 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമാണ് എക്സ്പോർട്ടിങ് നടക്കുള്ളൂ. അതില് 18 ഏതാണ്ട് ഒരു 10-13 വർഷം ശക്തമായി പ്രവർത്തിച്ച ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനി. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതേപോലെ തന്നെ ഡയറക്ട് സെല്ലിങ്ങിൽ ഈ കമ്പനി വരുന്നത് ഒക്ടോബർ 2020 അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കൊറോണ പോലുള്ള ഒരു അവസ്ഥയിൽ ഒരു എക്സ്പോർട്ടിങ് നടക്കാത്ത സമയത്താണ് കമ്പനി കേരളത്തിൽ, ഇന്ത്യയിൽ ഈ ബയോട്ടോറിയം എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ആരും തുടങ്ങാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തൊരു സമയത്താണ് നമ്മുടെ കമ്പനി ഈ പ്രോഡക്റ്റ് ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിച്ചുകൊണ്ട് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിന്റെ ഗുണം കൊണ്ട് പ്രോഡക്റ്റ് ജനങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ, കൊറോണ സമയത്ത് എന്താണെന്ന് നമുക്ക് അറിയാം, ഓക്സിജന്റെ കുറവുകൾ കൊണ്ട് ഒത്തിരി ആളുകൾ മരിക്കുന്നു, പല ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ട് മരിക്കുന്നു. അവിടെയെല്ലാം നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ട് അവിടെയെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ട് ഇത് ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയുഷിന്റെ അണ്ടറിൽ നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പീനെ അവർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. നാച്ചുറൽ പതിയുടെ ഭാഗമായിട്ട് മാഗ്നറ്റിക് തെറാപ്പീനെ ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് ആയുഷിന്റെ പ്രോഡക്റ്റുകളാണ്, ആയുഷ് സർട്ടിഫൈ ചെയ്ത പ്രോഡക്റ്റുകളാണ് നമ്മൾ വിറ്റഴിക്കുന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പല അവാർഡുകളും കിട്ടിയ ഒരു കമ്പനിയാണ്. ആയുഷ് കൊറോണ യോദ്ധ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയിട്ടുണ്ട്, MSMEയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബെസ്റ്റ് പ്ലാൻ ഓഫ് ദ ഇയർ, ബെസ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനി, ബെസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദ കമ്പനി, ബെസ്റ്റ് പ്ലാൻ ഓഫ് ദ കമ്പനി, ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ, അങ്ങനെയുള്ള പല പല കമ്പനികളുടെ അശോക സ്തംഭ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഇത് കൂടാതെ 2025 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഇത് ഡയറക്ട് സെല്ലിംഗ് ലാസ്റ്റ് ഇയറിൽ ഏതാണ്ട് ഇതിന്റെ അസറ്റ് എന്ന് പറയുന്നത് 500 കോടിയോളം രൂപയോളം അസറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനി വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ CMD എന്ന് പറയുന്നത് സാഗർ ജോഷി സാറ്, അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇത് കൂടാതെ മാഗ്നറ്റിക് തെറാപ്പിയിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബ്രെയിൻ ആണ് നമ്മുടെ ഈ കമ്പനിയുടെ എല്ലാ ഇത് നോക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇതിലൊരു പയനിയർ ആണ്, ഇൻവെന്റർ ആണ്, ഒരു എക്സ്പോർട്ടർ ആണ്, ഒരു മാനുഫാക്ചറർ ആണ്, എല്ലാമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് ജപ്പാൻ ടെക്നോളജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പ്രോഡക്റ്റ് ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ താനെ ഡിസ്ട്രിക്റ്റിൽ മീറ റോഡിലാണ് നമ്മുടെ കമ്പനി. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കമ്പനി, ഓഫീസ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വേറെ ഒരു കമ്പനിക്കും എനിക്ക് തോന്നുന്നില്ല 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാവുമെന്ന്. അപ്പൊ അങ്ങനത്തെ വലിയൊരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഞാൻ തുടക്കം പറഞ്ഞു. എന്തുകൊണ്ട് വേണം ഈ ബയോട്ടോറിയം കമ്പനി? ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടി നമ്മുടെ ശരീരത്തിന്റെ ഓക്സിജൻ ലെവൽ കൂട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ജീവിതശൈലി രോഗങ്ങളുടെ മുഖ്യ കാരണം എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് സർക്കുലേഷന്റെ കുറവും ഓക്സിജൻ ലെവലിന്റെ കുറവാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളെല്ലാം കാണുന്നത്. നമ്മൾ ആദ്യം കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? കുറച്ച് നാള് മുമ്പ് നമ്മുടെ തലമുറ, നമുക്ക് മുന്നുള്ള ഒരു തലമുറ, അവരെവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? അവർ മണ്ണിലും പുല്ലിലുമാണ് ജോലി ചെയ്തത്. അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് ഒരു 10-20 വർഷമായി 25 വർഷമായി കേൾക്കുന്ന ഒരു വാക്കാണ് മണ്ണിൽ നടക്കരുത്, ഇൻഫെക്ഷൻ ഉണ്ടാകും.
കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ്. എന്താണ് സത്യം അതിന്റെ? ഈ മണ്ണിലൂടെ നടന്നാൽ എന്താണ് നടക്കുന്നത്? എർത്തിങ് ആണ് നടക്കിയിട്ടുള്ളത്. മണ്ണിലൂടെ നമ്മുടെ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എർത്തിങ് ആണ് കിട്ടുന്നത്. എർത്തിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ക്യാച്ചിങ്, ബോഡിയിലേക്ക് മണ്ണിൽ നിന്ന് ഒരു കാന്തിക പ്രസരണം നടക്കുന്നു എന്നുള്ളതാണ്. അതുവഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഹാർട്ടിന് ബലം കൂടുന്നു. പാൻക്രിയാസിന് കൂടുന്ന ആക്ടിവിറ്റി ആകുന്നു. ഇത് കൂടാതെ ഉന്മേഷം കിട്ടുന്നു. പണ്ട് മണ്ണിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ല. ആ ഒരു അവസ്ഥയിൽ, കാരണം കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നമ്മളെ പഴയ പോലെ തന്നെ നമുക്ക് മണ്ണിൽ ചവിട്ടി നടക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇന്ന് നമ്മൾ വീടിന്റെ പുറത്തേക്ക് വീടിൽ മുഴുവൻ ടൈലാണ് അല്ലെങ്കിൽ മാർബിളാണ്. അത് കൂടാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ടൈലിലേക്കാണ്. അത് കൂടാതെ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങിയ ടാറിങ്ങിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെരുപ്പിട്ടാണ് നടക്കുന്നത്. ഇനി നമ്മൾ മണ്ണിലേക്ക് പോവുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായിട്ട് പറയാം. നടക്കാത്ത കാര്യമാണ്. മണ്ണ് പണ്ടുണ്ടായിരുന്നത് അമ്പലങ്ങളിലും പള്ളികളിലും ആണെങ്കിൽ ഇന്ന് അവിടെയും ടൈലിട്ടേക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മണ്ണിൽ ചവിട്ടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രായോഗികമല്ല. അവിടെയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രസക്തി ഉള്ളത്. ആ ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ മണ്ണിൽ ചവിട്ടി നടന്നാൽ കിട്ടുന്ന ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. 3 ടൈപ്പ് മാഗ്നറ്റ് ആണ് ഉള്ളത്. നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പി. അപ്പൊ നമ്മൾ ഓർക്കും ഈ ടിവിയുടെ പുറകിൽ കാണുന്ന കാന്തങ്ങളാണോ, അല്ലെങ്കിൽ റേഡിയോയുടെ പുറകിൽ കാന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ആ ലെവലിലാണ്. ടിവിയുടെ പുറകിൽ കാണുന്ന കാന്തം, റേഡിയോയുടെ പുറകിൽ കാണുന്ന കാന്തം, അത് ഇലക്ട്രോ മാഗ്നറ്റിക് കാന്തങ്ങളാണ്, മാഗ്നറ്റുകളാണ്. അത് ഇരുമ്പില് വൈദ്യുതി കയറ്റിവിട്ടുണ്ടാക്കുന്നതാണ്. അത് മനുഷ്യ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഉള്ളത് ബയോ മാഗ്നറ്റുകളാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ് അതിന്റെ പ്രവർത്തനം, അത് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് നിയോഡൈമ മാഗ്നറ്റ് ആണ്. ഈ നിയോഡൈമ മാഗ്നറ്റിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏതാണ്ട് 600 അടി ടു 700 അടി താഴ്ചയിൽ നടക്കുന്ന സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഖനനം ചെയ്തെടുക്കുന്ന ഒരു വൈറ്റ് പൗഡറാണത്. ആ പൗഡറിന് കാന്തികമായ പവർ ഉണ്ട്. അത് നിക്കൽ കോട്ട് ചെയ്തിട്ട് നാനോട്ടൈസ് ചെയ്യും. പണ്ട് നമുക്കറിയാം വലിയ ടി വി ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ചെറിയ ടി വിയിലേക്ക് മാറി. അതിനെ ഈ ചെറുതാക്കും തോറും അതിന്റെ ക്വാളിറ്റിയും ഇതെല്ലാം കൂടുന്നത് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്. ആ നാനോ ടെക്നോളജിയിലാണ് നമ്മുടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ നിയോഡൈമ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ പ്രോഡക്റ്റുകളിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല പല മാറ്റങ്ങളുണ്ടാവും. ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമല്ല. പ്രാചീന കാലം തൊട്ട് 16ാം നൂറ്റാണ്ട് മുതൽ ജനങ്ങൾ ഉപയോഗിച്ച് ഗുണം കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അന്ന് അത് സാധാരണക്കാരുടെ കയ്യിലല്ലായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സമ്പന്നരും പ്രഭുക്കന്മാരും അതേ രീതിയിലുള്ള ആളുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഏറ്റവും സൗന്ദര്യത്തിന്റെ അമൂർത്ത ഭാവം എന്നൊക്കെ പറയുന്ന ക്ലിയോപാട്ര അവരുടെ ശരീരത്തിൽ ഭംഗി കൂട്ടാൻ വേണ്ടി മാഗ്നറ്റ് ധരിച്ചിരുന്നു പറഞ്ഞ പല ആളുകളും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുടെ ശരീരത്തിലെ നീർക്കെട്ട് മാറാനും വേദനകൾ മാറാനുമാണ് ഒരു കാലഘട്ടത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയണത്, ഞാൻ ചെന്നപ്പോ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ വീട്ടിലേക്ക് കാണിച്ചിട്ട് വലിയൊരു പെട്ടി തുറന്ന് കാണിച്ചിട്ട് കുറെ വലിയ വലിയ മാഗ്നറ്റുകൾ 5 കിലോ വലിപ്പമുള്ള മാഗ്നറ്റുകൾ എടുത്ത് കാണിക്കുകയാണ്. അദ്ദേഹം 20 വർഷമായിട്ട് മാഗ്നറ്റിക് തെറാപ്പി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അസുഖങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും വേദന വരാണെങ്കിൽ ഈ 5 കിലോ കട്ടി അദ്ദേഹം ഒരു താഴെയും വെക്കും, നോർത്ത് പോള് 5 കിലോന്റെ കട്ടി മുകളിൽ സൗത്ത് പോൾ മുകളിൽ വെച്ച് അതിന്റെ മുകളിലാണ്. ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹം അത് ഉപയോഗിച്ചാണ് വേദനകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അത് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സിസ്റ്റർ വന്നിട്ട് കുറെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ അവരെടുത്തു വന്നു. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു മൂക്കിന്റെ അവിടെ ഒരു 2 മാഗ്നറ്റ് വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജലദോഷമാണ്, ആ ജലദോഷം മാറാൻ വേണ്ടി ഈ വലിയ മാഗ്നറ്റ് 2 അപ്പുറം സംഘടിപ്പിച്ചേക്കാണ്. അപ്പൊ ഞാനും അതേപോലെ ഇപ്പൊ ജലദോഷങ്ങൾ വരുമ്പോ നമ്മുടെ നിയോഡൈമ മാഗ്നറ്റ് എടുത്ത് 2 അപ്പുറം വെക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ജലദോഷം മാറിപ്പോകുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ പല പല അസുഖങ്ങളും അകത്ത് മരുന്ന് കഴിക്കാതെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു
വലിയൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഞാൻ ഇതിന്റെ സയൻസിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും ഇതിന്റെ സയൻസ് കേൾക്കുന്നതാണ്. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം, കാരണം സമയക്കുറവുണ്ട്. നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്ന ഗുണങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഓക്സിജൻ ലെവൽ കൂട്ടുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നുണ്ട്, നമ്മുടെ ഊർജ്ജനില നമുക്ക് കൂട്ടുന്നുണ്ട്. കാരണം എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് ക്ഷീണമാണ് എന്ന്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ മാഗ്നറ്റിക് എനർജി കുറയുന്നുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജനില കൂടുന്നുണ്ട്, അതേപോലെ രക്തശുദ്ധീകരണം നടക്കുന്നുണ്ട്, രോഗപ്രതിരോധ ശക്തി കൂടുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ പെയിൻ കില്ലർ ആണ്. ഇത് റേഡിയേഷന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല കേട്ടാ. ഇന്ന് മൊബൈൽ റേഡിയേഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ ഞാനൊരു ഫീൽഡ് വർക്ക് ചാലക്കുടി ഏരിയയിൽ ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞ് അയാൾക്ക് കൈ രണ്ടും തരിപ്പാണ്, അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതേ സമാന ഗുണമുള്ള ആള് എന്റെ വീടിന്റെ അടുത്തുള്ള ശ്രീമുരാരത്ത് ഒരു വർഗീസ് എന്ന് പറഞ്ഞൊരു ഒരാൾക്ക് കൊടുത്തിരുന്നു. അദ്ദേഹം ഒരു ഹോം അപ്ലയൻസും ചെയറിന്റെ ഒക്കെ ഒരു ഡീലറാണ്, വലിയ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് സ്കൂട്ടർ ഓടിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, കയ്യിൽ കെട്ടി. ഇപ്പൊ അദ്ദേഹം എത്ര ദൂരം വേണമെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ഈ പ്രോഡക്റ്റിന് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഇന്നലെ സംസാരിച്ച ആളോട് അതേ അവസ്ഥ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്കിത് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ ഡെമോ കാണിച്ചു കൊടുത്തത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യനില എന്താണ്, അതിനുശേഷം നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമുള്ള അവസ്ഥ എന്താണ്, നമ്മുടെ ശരീരത്തിലേക്ക് മൊബൈൽ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്. മൊബൈലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ആദ്യം 3G ആയിരുന്നു, പിന്നെ അത് 4G ആയി, അത് 5G ആയി, അല്ലെ? അപ്പൊ റേഡിയേഷൻ ചെറുതല്ല, വലിയൊരു റേഡിയേഷൻ ആണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഈ റേഡിയേഷൻ വരുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഓക്സിജൻ ലെവലിന്, ബ്ലഡ് സർക്കുലേഷനും ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ എനർജി ലെവൽ കുറയുന്നുണ്ട്. അതാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തില് ബോഡി എന്താണ് ചെയ്യുന്നത്, ഇത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ട്രാൻസിറ്ററും ഉണ്ട്, ഈ മൊബൈലിൽ ഒരു റിസീവറും ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഈ ട്രാൻസ്ഫർ നമ്മുടെ ശരീരത്തിന്റെ എനർജിനെ മുഴുവൻ ഇത് ചെയ്യാണ്, വലിച്ചെടുക്കുകയാണ്. അപ്പൊ ആ എനർജി കുറയുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇതേപോലുള്ള ക്ഷീണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ ഈ മൊബൈലിന്റെ റേഡിയേഷൻ തടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഉറക്കക്കുറവാണ്. നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടാൻ, നല്ല ഗാഠനിദ്ര കിട്ടാൻ നമ്മുടെ ഈ പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. അതേപോലെ ദുർബലമായ കോശങ്ങൾ ഇത് മാറ്റിയിട്ട് ആരോഗ്യമുള്ള കോശങ്ങളായിട്ട് മാറാൻ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശരീരത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എല്ലാ വ്യക്തികളും ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഈ പ്രോഡക്റ്റ് അകത്ത് കഴിക്കുന്ന ഒരു മരുന്നല്ല. അപ്പൊ ഇത് ധൈര്യമായിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതൊരു ആന്റി ഏജിങ് പ്രോസസ് ആയിട്ട് മാറും. നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന പല ആളുകളെയും 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് കണ്ട പോലെ അല്ല, അവരുടെ പ്രായക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്, അവരുടെ വെയിറ്റ് ലോസ് വരുന്നുണ്ട്. എന്റെ തന്നെ ഒരു 3 കിലോളം വെയിറ്റ് കുറഞ്ഞിരുന്നു ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം. നമ്മുടെ കോട്ടയത്തുള്ള മിനി മാഡത്തിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ആദ്യം അവര് കുറച്ച് ബൾക്കി തടിയായിരുന്നു, ഇപ്പൊ ആള് വളരെ സ്മാർട്ട് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗമാണ് ഈ പ്രോഡക്റ്റ് ഈ ലെവലിൽ എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു ആന്റി ഏജിങ് പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ എന്താണ്, ഇന്ന് ശരീരത്തിലുള്ള വിഷാംശങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ വിഷാംശങ്ങളുണ്ട്, നമ്മൾ കഴിക്കുന്ന ഗുളികകളുടെ കെമിക്കൽസ് ഉണ്ട്. അതേപോലെ ഒത്തിരി വിഷയങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. ഒത്തിരി പ്യൂരിറ്റീസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ഇതിനെല്ലാം പുറന്തള്ളാൻ ഈ സാധനം സഹായിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നന്നായിട്ട് ഉറങ്ങാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. വേദനകളെ ശമിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സന്ധികളുടെ ചലനശേഷി, നമ്മൾ ഇതിൽ കയ്യിൽ കെട്ടിയതിന് ശേഷം നമ്മൾ കയ്യോ കാലോ ഇത് കുറച്ചു ദൂരം നമ്മൾ പുറകിലേക്ക്, ഞങ്ങൾ ഇപ്പോൾ ഒരു ഡെമോ കാണിച്ചു കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ആളുകൾ കൈ കാണിക്കുമ്പോൾ ഒരു കുറച്ച് ദൂരമാണോ അവരുടെ കൈ പുറകിലേക്ക് മാറണമെങ്കിൽ ഇത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കുറേയും കൂടി പുറകിലേക്ക്
അവർക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതോടെ നമ്മുടെ സന്ധികളുടെ ചലനശേഷിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ശരീരത്തിന് വഴക്കം നൽകാൻ സഹായിക്കുന്നുണ്ട്. സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതൊരു ഇത് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഇത് ഗുണം കിട്ടുന്നുണ്ട്. ഇതിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയം റിപ്പയർ ചെയ്ത് നമ്മളെ അസുഖങ്ങളെ കുറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ മെച്ചപ്പെട്ട ഊർജ്ജ നിലകൾ ശരീരത്തിന്റെ വൈദ്യുതകാന്ത മണ്ഡലങ്ങളെ മോഡുലേറ്റ് ചെയ്യുകയും ഊർജ്ജ നില പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നവർ ക്ഷീണത്തിനെ ചെറുക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ നീർക്കെട്ടുകളെ കുറയ്ക്കുന്നുണ്ട്. ആർത്രൈറ്റിസ്, ഫൈബ്രോമാളജിയ തുടങ്ങിയുള്ള അസുഖങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് 5 ടൈപ്പ് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നത്. 5 ടൈപ്പ് പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് നമ്മുടെ കയ്യിൽ കെട്ടുന്ന ഒരു റിസ്റ്റ് ബാൻഡ് ആണ്. ഈ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കാന്തിക എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് ഇത് കെട്ടിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഊർജ്ജ നില വർദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് പല ഡെമോയിലും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ റിസ്റ്റ് ബാൻഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൈതരിപ്പ് പോലുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ്. അതേപോലെ ലോങ് ജേർണി ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാനൊക്കെ എവിടെ യാത്ര ചെയ്യുമ്പോഴും എന്റെ കയ്യിലോ അല്ലെ കാലിലോ ഞാനിത് കെട്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്ദേഹം തലശ്ശേരിയൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ആകെ ടയർഡാണ്. അദ്ദേഹം ഇപ്പൊ ചെയ്യണത് ഇത് കാലിൽ ചുറ്റി വെച്ചിട്ടാണ് ഓടിക്കുന്നത്. മറ്റത് കുറച്ചു നേരം കഴിയുമ്പോൾ കാല് ആക്സിലേറ്റർ കൊടുക്കാനോ ബ്രേക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇപ്പൊ ഇത് കാലിൽ ചുറ്റി വെച്ചിട്ടാണ് പോകുന്നത്. യാതൊരു ക്ഷീണമില്ലാതെ തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇത് പ്രഷറുള്ള ആൾക്കാര്, നമുക്കറിയാം ബി പി ഒരു വലിയൊരു ഘടകം തന്നെയാണ്. ഈ ബി പി നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇത് ഹൈ ബി പി ഉള്ള ആളുകൾ വലത്തെ കൈയിലും ലോ ബി പി ഉള്ള ആൾക്കാർ ഇടത്തെ കൈയിലും കെട്ടാൻ ശ്രമിക്കണം. ഇത് മൊബൈലിന്റെ റേഡിയേഷൻ തടുക്കുന്നുണ്ട്. അതേപോലെ ശരീരത്തിലെ നീർക്കെട്ടുകളെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് നീർക്കെട്ടുള്ള എവിടെ വേണമെങ്കിലും കയ്യിൽ കെട്ടാം. ഇത് കൂടാതെ ശരീരത്തിന് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു നാച്ചുറൽ പെയിൻ കില്ലർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഈ ബ്രേസ്ലെറ്റ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആ റിസ്റ്റ് ബാൻഡ് നമുക്ക് വേദന ഉള്ളിടത്തെല്ലാം കെട്ടാം. ഇത് നമ്മുടെ തലയിൽ ചുറ്റിക്കഴിഞ്ഞാൽ തലവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. കണ്ണിന് ചുറ്റിക്കഴിഞ്ഞാൽ കണ്ണുവേദനയ്ക്ക് നല്ല കുറവ് കിട്ടും. അതേപോലെ വായയുടെ മുകളിൽ ചുറ്റിക്കഴിഞ്ഞാൽ വായ സംബന്ധമായ അസുഖമുള്ളവർക്ക് നല്ല ആശ്വാസം കിട്ടും. കഴുത്ത് വേദനയ്ക്ക് കഴുത്തിന് കെട്ടിക്കഴിഞ്ഞാൽ മതി. അതേപോലെ തൈറോയിഡിനും കഴുത്തിന് കെട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഗുണം എന്ന് പറയുന്നത്, എനിക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച ശേഷം കഴുത്ത് വേന ഒരു 20-25 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു കഴുത്ത് വേനയാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ച പോലും ഉണ്ടായതാണ്. എനിക്ക് ഈ കഴുത്ത് വേന മാറിയത് ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു 30 ദിവസത്തിന് ശേഷം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വേദനയോടെ എഴുന്നേറ്റിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അപ്പൊ ഞാനൊരു ജോലിയുള്ള ഒരാളാണ്. ഒരു കമ്പനിയുടെ ഒരു ഫിനാൻസ് സെക്ഷൻ ഹെഡാണ് ഞാൻ. അപ്പൊ നമുക്കറിയാം 8 മണിക്കൂറും ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് ചെയ്യുന്നത്. എനിക്ക് 2 അസുഖങ്ങളാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് വന്നത്. കാരണം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളും പറയുന്നത് ഒരു കെട്ട് ബീഡി ഒരാഴ്ച ഇരുന്ന് കുത്തിയിരിക്കുന്ന ആ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്നത്. അവർ 1 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും എഴുന്നേറ്റ് നടക്കണം എന്നാണ്. ചിലപ്പോൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ അടുപ്പിച്ച് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യും. അപ്പൊ അതിന് ചിലപ്പോൾ ഓരോ പ്രൊജക്ട് അല്ലെങ്കിൽ ഓരോ വർക്ക് തീർക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്ത് എന്ന കാരണമാണ്. ചിലപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ മറന്ന് നമ്മൾ അതിൽ തന്നെ മുഴുകിയിരുന്നാലാണ് ചിലപ്പോൾ ചെയ്ത് തീരുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് എനിക്ക് സ്പോൺലൈസിസ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. സ്പോൺലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്ത് ഇവിടെ ഒരു നീർക്കെട്ട് പോലെയാണ്. ഞാൻ എറണാകുളമൊക്കെ ഞാൻ വണ്ടി ഓടിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഒരു നീര് പോലെ ഒരു സംഭവം വരും. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പിസ്മാം അല്ലെങ്കിൽ വിക്സ് അങ്ങനെയൊക്കെ ഇട്ട് തിരുമ്മിയാണ് കിടന്ന് ഉറങ്ങുന്നത്. എന്നാലും ആ വേദന നമ്മുടെ ശരീരത്തിൽ മാറില്ല. ഫാനിന്റെ അടിയിൽ കിടക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിൽ ഉപയോഗിച്ച് 3 മാസം കൊണ്ട് എന്റെ ആ നീർക്കെട്ട് ശരീരത്തിൽ 100% മാറി. ഇന്ന് എന്റെ ശരീരത്തിൽ വേദനകളില്ലാതെ എല്ലാ ദിവസവും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വേദനകളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് എന്റെ ഒരു സാക്ഷ്യമാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. അതിന്റെ ബലത്തിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് ലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ തയ്യാറായത്. കാരണം നമ്മൾ ചെയ്യുന്നത് വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഏതാണ്ട് 2000 ആളുകളിലേക്ക് ഞാൻ എന്നൊരു വ്യക്തി വന്നത് കൊണ്ട് ഈ പ്രോഡക്റ്റ് എത്തി എന്നുള്ളതാണ്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ശ്രീമൂലകരത്ത് ഏതാണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ പഞ്ചായത്താണ്. അവിടെ ഏതാണ്ട് 300-400 ഇടകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കാരണം നമുക്ക് ഇതിന്റെ നിരന്തരമായിട്ടുള്ള ഫീൽഡ് വർക്കും
നിരന്തരമായ ആൾക്കാർ ബോധവൽക്കരണവും നിരന്തരം ഒത്തിരി ആൾക്കാർക്ക് കിട്ടുന്ന റിസൾട്ടുകളുമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്താൽ പറയുന്നത്. അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് എവിടെ നീര് വന്നാലും ഈ സാധനം കെട്ടിവെച്ച് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിന്റെ ഈ പുകച്ചിൽ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ നീർക്കെട്ട് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഒത്തിരി ആശ്വാസം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് കൂടാതെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വാട്ടർ എനർജി പാഡ് ആണ്. സിലിക്കോൺ ബ്രേസ്ലെറ്റും വാട്ടർ ഇത് രണ്ടും ഏതാണ്ട് സെയിം എഫക്റ്റ് ആണ് കിട്ടുന്നത്. 31 നിയോഡയം മാഗ്നറ്റ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റ് വാട്ടർ എനർജി പാഡ് ആണ്. അതിൽ ഏതാണ്ട് 40ഓളം മാഗ്നറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ആണ് ഇതിന്റെ 50% ഗുണം നമുക്ക് കിട്ടുന്നത്. ഇത് വെള്ളത്തിന്റെ മോളിക്യൂൾസിനെ വിഘടിപ്പിച്ചിട്ട് ഇതിന്റെ തന്മാത്രകളെ വളരെ ചെറുതാക്കിയിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ എല്ലാ ശരീരങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള വിഷാംശങ്ങളുടെ മുഴുവൻ പുറന്തള്ളാൻ ഈ സാധനം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല പല മാറ്റങ്ങളും അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് ഈ നമ്മുടെ ശരീരത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിലെ വിഷാംശങ്ങള്, അതേപോലെ തന്നെ നമ്മുടെ കഴിക്കുന്ന ഗുളികളുടെ കെമിക്കൽസ് എല്ലാം നമ്മുടെ കോശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതായത് അയൺ പ്യൂരിറ്റീസ് ഉണ്ട്, അതേപോലെ മെറ്റാലിക് ഇതുണ്ട്, സിന്തറ്റിക് പ്യൂരിറ്റീസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അമോണിയം ഉണ്ട്, അതേപോലെ സോഡിയം, പൊട്ടാസ്യം, അതിന്റെയൊക്കെ ഈ പാർട്ടിക്കിൾസ് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പുറമുള്ള അഴുക്ക് പോകുന്ന പോലെ തന്നെ നമ്മുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, നോർമൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സാധിക്കില്ല. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ മോളിക്യൂൾസിന്റെ അളവ് എന്ന് പറയുന്നത് 15 to 20 ആണ്. പല ജലകണികകൾ ഒന്നിക്കുമ്പോഴാണ് ഈ 15 to 20 ആവുന്നത്. ഈ കണികകളെ മുഴുവൻ വിഘടിപ്പിച്ചിട്ട് 5 to 6 ആയിട്ട് മാറ്റുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളുടെ ഉള്ളിലേക്കും വെള്ളം ആഴ്ന്നിറങ്ങുന്ന പറയുന്നത്. ഈ ആഴ്ന്നിറങ്ങുമ്പോൾ എന്താണ്, എല്ലാ കോശങ്ങളുടെ ഉള്ളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന വിഷാംശങ്ങളെ മുഴുവൻ ഇത് പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം 50% അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇത് നമ്മുടെ ശരീരം ഒരു 70 to 80% വരെ ശരീരം വെള്ളം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ബോഡി വെയിറ്റ് അനുസരിച്ചാണ് കഴിക്കേണ്ടത്. ഒരു വ്യക്തി 20 കിലോ ഉള്ള ആള് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കണം. അപ്പൊ 60 കിലോ ഉള്ള ഒരാള് മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും സ്ഥിരമായിട്ട് കുടിക്കുക. അത് രാവിലെ തുടങ്ങി വൈകുന്നേരത്തിനുള്ളിലാണ് കുടിച്ച് തീർക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് 3 ലിറ്റർ കുടിക്കരുത്. അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ന് 1 ലിറ്റർ ആണ് കുടിച്ചിരിക്കുന്നത്, നാളെ പോയി ഒറ്റയടിക്ക് 3 ലിറ്റർ ആക്കരുത്. അത് ഒരേ ഗ്ലാസ് കൂട്ടി ആഴ്ചകളിലെടുത്ത് മാത്രമാണ് ഈ 3 ലിറ്ററിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നമുക്ക് നീർക്കെട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വയറ് സംബന്ധമായ അസുഖങ്ങളെല്ലാം മാറ്റാൻ ഈ പ്രോഡക്റ്റ് സഹായിക്കും. ഇപ്പൊ എന്റെ ടീമിൽ ഞാൻ ആദ്യമായിട്ട് കൊടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സുധാകരനേട്ടൻ എന്ന് പറഞ്ഞിട്ട്, ഓണംപള്ളി പെരുമ്പാവൂരുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച അപ്പ ടോയ്ലറ്റിൽ പോകുന്ന ഒരു അസുഖമായിരുന്നു. അദ്ദേഹം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം 20 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ അസുഖം മാറി. അദ്ദേഹം പറയണ 25 വർഷമായി ഞാൻ പല ഡോക്ടർമാരെ മാറി കണ്ടുകൊണ്ടിരുന്ന ഒരു അസുഖമാണ് എന്റെ ഈ അസുഖം. ഒരു ദൂരയാത്ര ചെയ്യാൻ സാധിക്കില്ല, ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരു ഏരിയയിൽ മാത്രമാണ് എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ പല യാത്രകളും അദ്ദേഹം ഈ ഒറ്റ കാരണം കൊണ്ട് മാറ്റി നിർത്തിയെങ്കിൽ ഇന്ന് അദ്ദേഹം സർവ്വസ്വതന്ത്രനായിട്ട് എല്ലായിടത്തും യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് 20 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് കൊണ്ടാണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് അത്ര അധികം മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. അതേപോലെ തന്നെ മസിൽ പെയിൻ അദ്ദേഹത്തിന് മാറി എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറയണത് രാത്രി കിടക്കുമ്പോൾ 2 മണിക്ക് 3 മണിക്ക് മസിലിന്റെ ഭയങ്കര പെയിൻ ആയിരിക്കും തന്നെ, മസിൽ കോച്ചിപ്പെടുത്തുന്നൊക്കെ പറയും. അപ്പം വൈഫും മകനും കൂടി വന്നാണ് ഇത് തിരുമ്മി കൊടുത്തുകൊണ്ടിരുന്നത്. 72 വയസ്സ് വരെ അദ്ദേഹത്തിന് ഇടയ്ക്ക് മസിൽ പെയിൻ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് കിടക്കാൻ അദ്ദേഹത്തിന് പേടിയാണ്. എപ്പോഴാണ് ഒരു ചെറുപഴം കഴിച്ചാൽ അദ്ദേഹത്തിന് മസിൽ പെയിൻ വരും, ഇത് വരും. അപ്പൊ അദ്ദേഹം ഇതിൽ കടന്ന് ഒരു മാസം കൊണ്ട് അത് മാറി എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിന്റെ ഈ വെള്ളത്തിന്റെ ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളം അടിച്ച് നമ്മുടെ ശരീരത്തിന്റെ ചൊറിച്ചിലുള്ള ഏരിയയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ നന്നായിട്ട് മാറും. അതേപോലുള്ള ഒത്തിരി ഗുണങ്ങൾ ഈ വെള്ളത്തിനുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിനെ കുറിച്ച് മാത്രം 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്. അത്ര അധികം പവർഫുൾ ആണ് വെള്ളം. വെള്ളം കുടിച്ചാലാണ് 50% കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ മാറുള്ളൂ.
നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഒന്നും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് നമ്മുടെ ശരീരത്തിൽ HP കുറവുണ്ടാവും, രണ്ടാമത്തേത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അയണിന്റെ കണ്ടന്റ് കൊണ്ട് കുറവുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടാവില്ല. ഇതെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് 100% മുക്തി നേടാൻ സഹായിക്കുന്ന വലിയൊരു പ്രോഡക്റ്റ് ആണത്. ഇത് കൂടാതെ അടുത്തൊരു ഏറ്റവും മനോഹരമായ അടുത്ത പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മാട്രസ് പാഡും പില്ലോ പാഡും. ഈ രണ്ട് പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ 8 മണിക്കൂർ വിശ്രമിക്കുന്നത് നമ്മൾ കിടന്നുറങ്ങുമ്പോഴാണ്. നമ്മൾ രാവിലത്തെ മുഴുവൻ വർക്ക് ചെയ്ത് അവശതയായി വന്ന് കിടക്കുമ്പോൾ നമ്മളെ പലർക്കും ഇന്ന് കിട്ടാത്തത് ടെൻഷനാണ്. നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ ടെൻഷൻ, വീടിന്റെ കാര്യങ്ങൾ ടെൻഷൻ. വീട് ഒരു ഹോം ലോൺ എടുത്തിട്ടാണ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ EMI അടച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ടെൻഷൻ. അങ്ങനെ പല പല ടെൻഷനിലാണ് നമ്മൾ ഓരോരുത്തരും കിടന്നുറങ്ങുന്നത്. അപ്പൊ നമ്മുടെ ഉറക്കം കറക്റ്റ് ആവില്ല. പക്ഷെ നമ്മൾ ഇതിൽ കിടന്നുറങ്ങുമ്പോൾ എന്താണ്, നമ്മുടെ ഈ പില്ലോ പാഡ് ഉപയോഗിക്കുമ്പോൾ അതിൽ 30 ഡയോ മാഗ്നറ്റ് ഉണ്ട്. അതിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ ലെവൽ കയറി നല്ല ഉറക്കം കിട്ടുന്നു. മെലാട്ടോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ല ഉറക്കം കിട്ടാൻ ഇത് സഹായിക്കുന്നത്. നല്ല ഉറങ്ങുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കണേ, നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റും മാഗ്നറ്റും കൂടി പ്രവർത്തിച്ചിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഓക്സിജൻ ലെവലിനെ ക്രമപ്പെടുത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. കറക്റ്റ് റെഗുലറൈസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് നല്ല ഉറക്കം കിട്ടുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ചെയ്യുന്നത്, ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഓരോ കോശങ്ങളെയും അല്ലെങ്കിൽ നീർക്കെട്ടുകളെ മാറ്റുന്നുണ്ട്. നമുക്ക് ഡെയിലി നമ്മുടെ ഇൻഫ്ലമേഷൻ, അതാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ഹാർട്ട് വരെയുള്ള ഇൻഫ്ലമേഷൻ. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ മാറ്റാൻ, ഈ നീർക്കെട്ടുകളെ മാറ്റാൻ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗം, അകത്ത് മരുന്ന് കഴിക്കാതെ നമ്മുടെ ഈ പ്രോഡക്റ്റ് ആണ് നമ്മളെ നീർക്കെട്ടുകളെ മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോഡക്റ്റ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളെ മാറ്റുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും 20 ദിവസം തുടങ്ങി 100 ദിവസം കൊണ്ട് പുതിയതായിട്ട് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കോശങ്ങളെ ആരോഗ്യകരമായ കോശങ്ങളായിട്ട് മാറ്റാൻ വെള്ളം വഴി സഹായിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിലെ 78 ഓർഗൻ പാർട്സുകളുണ്ട്. ഈ ഓർഗൻ പാർട്സുകൾ, ഓരോ ഓർഗൻ പാർട്സുകൾക്ക് ഉണ്ടാകുന്ന ഡിസോർഡറുകൾ, നമുക്ക് ഇന്ന അസുഖം മാറും എന്ന് നമ്മൾ ഇതിൽ പറയുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ ഓൾ ബോഡി ചെക്കപ്പ് ആണ് ഇത് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഡിസോർഡർ ഉണ്ടോ അതെല്ലാ ഡിസോർഡറിനെ ഓർഡർ ആക്കാൻ ഈ പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. നല്ല ഉറക്കം കിട്ടുമ്പോൾ നമ്മുടെ ശരീരമാണ് നമ്മുടെ അസുഖങ്ങളെ മാറ്റുന്നത്. നമുക്കുണ്ടാകുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും ഏതാണ്ട് 220 അസുഖങ്ങളെ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പയർ ചെയ്ത് നമ്മളെ പൂർണ്ണ ആരോഗ്യവാനാക്കാൻ ഈ പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ ഇത് കെട്ടുക, ഒരു രാവിലെ 8 മണിക്കൂറെങ്കിലും ഇത് കെട്ടാൻ ശ്രമിക്കുക. ഇത് 3 ലിറ്റർ വെള്ളം കുടിക്കുക, ഇതിൽ കിടന്ന് ഉറങ്ങുക. വളരെ ഈസി യൂസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാകുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ഉണ്ടാകുന്ന പല പല അസുഖങ്ങൾക്കും അവർക്കൊരു നല്ലൊരു മാറ്റം കിട്ടും. ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ വിസ്കോസിറ്റിയെ കുറച്ചിട്ട്, നമ്മളെ ബ്ലഡിന്റെ കട്ടി കുറച്ചിട്ട് നമ്മുടെ ഈസി ഫ്ലോ ഉണ്ടാക്കുന്നു നമ്മുടെ ശരീരത്തിൽ. ഇന്ന് നമുക്കറിയാം, കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കട്ടി കൂടിയ ഒരു അവസ്ഥയാണ്. ഇന്ന് നമ്മൾ ഫാനിന്റെ അടിയിലാണ് കിടന്നുറങ്ങുന്നത്. ഫാനിന്റെ അടിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒരു നനഞ്ഞ ടവല് നിങ്ങൾ ഫാനിന്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അത് രാവിലെ അത് ഉണങ്ങിയിട്ടുണ്ടാവും. കാരണം അതിലെ ജലാംശങ്ങൾ മുഴുവൻ ബാഷ്പീകരിച്ച് പോകുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു 1/2 ലിറ്ററോളം വെള്ളം രാവിലെ ആകുമ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 2-3 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കണം എന്ന് പറയാൻ കാരണം, ശരീരത്തിന്റെ താപനില കറക്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ആ നഷ്ടപ്പെട്ട ആ ഹൈഡ്രേഷൻ, ആ വെള്ളത്തിന്റെ കുറവ് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം നമ്മൾ ഫാനിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കുറയും. അപ്പൊ നമ്മുടെ ബ്ലഡിന് കട്ടി കൂടും. അതുകൊണ്ടാണ് രാവിലെ സമയങ്ങളിൽ നമുക്ക് ഈ അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരും. കാരണം ബ്ലഡിന് കട്ടി കൂടുമ്പോൾ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവില്ല, ഹാർട്ടിലേക്ക് പമ്പി കുറയും. അവിടെയാണ് നമുക്ക് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം വെളുപ്പിനാണ്. എപ്പോഴാണ് സംഭവിച്ചത്? വെളുപ്പിനാണ് അറ്റാക്ക്. അത് വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന് കട്ടി കൂടിയിട്ട് വരുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ഈ കയ്യിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴഞ്ഞു വീണ് മരണം ഉണ്ടാവില്ല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ. ഈ പ്രോഡക്റ്റിന്റെ ഇനി പറഞ്ഞ് തീരാൻ പറ്റാത്ത അത്ര അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതില് ഒരു വ്യക്തി, എത്ര ആരോഗ്യമുള്ള ഒരു വ്യക്തിക്കും ഇത് സംഭവിക്കാം, ഏത് സമയം സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവരുടെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു.
ഇത് കൂടാതെ കമ്പനിയുടെ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് മോർപവർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്. മോർപവർ എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ ശരീരത്തിന്റെ 11 ആന്തരിക വ്യവസ്ഥകളെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതിൽ ആദ്യത്തെ രക്തചംക്രമണ വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേഷൻ തന്നെ കറക്റ്റ് ചെയ്യുന്നു. എന്താണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത്? നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ സെല്ലിലേക്ക് ബ്ലഡുകൾ എത്തില്ല. സെല്ലിലേക്ക് ബ്ലഡ് എത്തില്ലെങ്കിൽ ഓക്സിജൻ അവിടെ എത്തില്ല. അപ്പം ഈ നമ്മുടെ എന്താണ് ഓക്സിജൻ എത്തിയില്ലെങ്കിൽ എന്താ ശരീരത്തിനുണ്ടാകും? നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ട മാഗ്നറ്റിക് പവർ അവിടെ എത്തില്ല, പോഷകാഹാരം എത്തില്ല. അതേപോലെ സെല്ലുകൾ ഡാമേജ് ആവും. സെല്ലുകൾ ഡാമേജ് ആവും, ടിഷ്യൂസ് ഡാമേജ് ആവും, ഓർഗൻ പാർട്സുകൾ ഡാമേജ് ആവും, മൊത്തം ടോട്ടൽ ബോഡി ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ രോഗം ഒരു വർഷം കൊണ്ട് വന്നതൊന്നുമല്ല, ഇത് വർഷങ്ങളായിട്ട് വരുന്ന രോഗമാണ്. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരു വർഷം കൊണ്ട്, ഒരു 3 മാസം കൊണ്ട് നമ്മുടെ എല്ലാ അസുഖവും മാറണം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു അത്ഭുതം ഇതല്ല. നമ്മുടെ അസുഖങ്ങൾ വന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾക്ക് ഒരു അറ്റാക്ക് അല്ല, അദ്ദേഹം പോയി ആൻഡ് ചെക്ക് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ചെറിയ ശരീരത്തിൽ ബ്ലോക്ക് വന്നു. അപ്പൊ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബ്ലോക്കോ എന്നുള്ള ചോദ്യം. ഈ ബ്ലോക്ക് വരാൻ കാരണം എന്താണ്? അദ്ദേഹം കഴിക്കുന്ന ഏതാണ്ട് 20 വയസ്സ് തുടങ്ങി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം നമ്മുടെ ഹാർട്ടിൽ അടിഞ്ഞുകൂടിയാണ് ഈ ബ്ലോക്ക് വരുന്നത്. അത് 90% വന്നത്. ഇത് ബ്ലോക്ക് വരാൻ കാരണം എന്താണ്? നമുക്ക് ശരീരത്തിൽ കാൽസ്യം ഉണ്ട്. കാൽസ്യം എന്തിനാണ്? പല്ലിനും എല്ലിനും വേണ്ടി ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ മാഗ്നീഷ്യം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, വിറ്റമിൻ K2 എന്ന് പറഞ്ഞ K12 എന്ന് പറഞ്ഞൊരു വിറ്റമിൻ ഉണ്ട്. ഇതിന്റെയൊക്കെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ കാൽസ്യത്തിനെ നമ്മുടെ പല്ലിലേക്കും എല്ലിലേക്കും കടത്തി വിടുകയാണ്. ഈ പല്ലിലേക്കും എല്ലിലേക്കും കടത്തി വിടുന്ന ഇത് ഈ മാഗ്നീഷ്യത്തിന്റെ കുറവ് മൂലവും ഈ K2 കുറവ് മൂലം എന്താണ് സംഭവിക്കുന്നത്? ഇത് രണ്ടിന്റെ കുറവ് വന്നാൽ ഇത് നേരിട്ട് പല്ലിലേക്കും എല്ലിലേക്കും പോണതിന് പകരം നേരെ ഇത് ഹാർട്ടിലേക്ക് കാൽസ്യം പോകും. അവിടെ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ചേച്ചിക്ക് എളുപ്പത്തിൽ റിക്കവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ 10 കിലോന്റെ വെയിറ്റ് എടുത്തോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തോ. അപ്പൊ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പുള്ളിയുടെ അച്ഛൻ അസുഖം വന്ന് അറ്റാക്ക് ആയിട്ട് മരിച്ചാണ്. അതേപോലെ ബ്രദറിനുണ്ടായിട്ടുണ്ട്, സിസ്റ്ററിനുണ്ടായിട്ട്, എല്ലാവർക്കും പാരമ്പര്യമായിട്ട് വന്ന ഒരു അസുഖം. പാരമ്പര്യമായിട്ട് വരുന്ന അസുഖം നമുക്ക് ഒരിക്കലും 100% ഇത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ടീമിൽ തന്നെ പോളേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, പട്ടാളത്തിലുള്ള ഒരു സുഹൃത്തിന് കൊണ്ടുകൊടുത്തു നമ്മുടെ പ്രോഡക്റ്റ്. 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി അനുസരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ചേട്ടൻ അറ്റാക്ക് വന്ന് മരിച്ചാണ്, അദ്ദേഹത്തിന്റെ അനിയൻ അറ്റാക്ക് വന്ന് മരിച്ചാണ്. ഇദ്ദേഹത്തിനും അറ്റാക്ക് കഴിഞ്ഞ ദിവസം വന്നു. പക്ഷെ ഇദ്ദേഹം അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആയി. അമൃത ഹോസ്പിറ്റലായിരുന്നു. ഒരു 3 ദിവസം കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റി. അപ്പൊ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് പൊളേറ്റർ വളരെ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം. അപ്പൊ അതേപോലുള്ള പ്രോഡക്റ്റ് ഇതാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് നല്ല അവയർനെസ് വേണം. നമ്മുടെ ഈ മോർ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷനെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെയുള്ള പ്രൊഡക്റ്റ് ആണ്. അതേ കൂടാതെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അടുത്തൊരു പ്രൊഡക്റ്റ് വിഷയം എന്താണ്? ദഹന വ്യവസ്ഥയാണ്. ഈ ദഹന വ്യവസ്ഥയുടെ വിഷയം എന്താ? നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണവും നമ്മൾ ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ മോർ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ആന്തരിക വ്യവസ്ഥകൾ, നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. കിഡ്നി കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ലിവർ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ആന്തരിക വ്യവസ്ഥകളെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. ബാഹ്യഗ്രന്ഥികളെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വിയർപ്പ്, കണ്ണീര്, മൂക്കിലെ ദ്രവങ്ങൾ, ഇതൊക്കെയാണ് ബാഹ്യഗ്രന്ഥികൾ. ഇതിനെല്ലാം നമ്മുടെ ശരീരത്തിലെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ പ്രതിരോധ ശക്തി, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പല പല വൈറസുകൾ വന്നിട്ട് നമുക്ക് പല പല അസുഖങ്ങളൊക്കെ കണ്ടിരുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിച്ച് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ പേശി വ്യവസ്ഥ മസിലുകളൊക്കെ ഒരു പ്രായമാവുന്ന തൂങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. മസിൽ പെയിനൊക്കെ വരുന്ന ഒരവസ്ഥയുണ്ട്. ആ പേശി വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ മോർ പവറിന് സാധിക്കുന്നുണ്ട്. അതിൽ കൂടെ അസ്ഥികൂട വ്യവസ്ഥ, നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പ്രായമായി ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. എവിടെയെങ്കിലും കാല് തെന്നി ബാത്റൂമിലൊക്കെ തെന്നി വീണ് കൈയോ കാലോ പെട്ടെന്ന് ഒടിയുന്നു. അന്ന് നമ്മുടെ കൊച്ചുകുട്ടി കൈയോ കാലോ ഒടിഞ്ഞാലോ അവൻ പെട്ടെന്ന് റിക്കവർ ചെയ്ത് പോരുന്നുണ്ട്. പക്ഷെ പ്രായമായ ആളുകൾ കൈയോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്, അവർക്ക് അത് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരില്ല. ആ അസ്ഥികൂട വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ നാഡി വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളെ ആരോഗ്യമുള്ള മാറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്ന വേറൊരു അസുഖം. നമ്മുടെ കിഡ്നിനെ പ്യൂരിറ്റീസ്, നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിരുന്ന വിഷാംശങ്ങളെ മുഴുവൻ ഇത് തള്ളിക്കളയാൻ ഇത് മോർ പവറിന് സഹായിക്കുന്നുണ്ട്. സെക്ഷൽ വീക്ക്നെസ്,
വസ്തുക്കളെ കറക്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. നല്ല കുട്ടികൾ ഉണ്ടാകാൻ ഈ പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ സെക്ഷൽ വീക്ക്നെസ് ഉള്ളവർക്ക് ഈ പ്രോഡക്റ്റ് നല്ല റിസൾട്ടുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം കൊറോണയ്ക്ക് ശേഷം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നത് ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ ശ്വാസകോശ ഓക്സിജന്റെ വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മുടെ ഇത് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ മോർ പവർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശ്വാസകോശ സംബന്ധമായുള്ള അസുഖങ്ങൾ ഇത് മാറാൻ ഇത് സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ ബ്ലഡിന്റെ കനം കുറച്ചിട്ട് ഇതിന്റെ ഓക്സിജൻ ലെവലിനെ കറക്റ്റ് ചെയ്യാനും ഇതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഈ അത് രക്തത്തിന്റെ അളവ് ബ്ലഡിൽ കുറയും, ഓക്സിജന്റെ അളവ് കുറയും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോഴാണ് കുഴഞ്ഞു വീണ് മരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനെ കുറയ്ക്കാൻ ഇത് നമ്മുടെ പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്നത് ഏതാണ്ട് 42 ഇൻഗ്രീഡിയന്റ് ആണ്. ജിൻസെങ്, റോയൽ ജെല്ലി, അകക്കാരം, ബഹാൻ സോക്ക് പോലുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ ഇതിന്റെ മിക്സ് ആണ് ഈ പ്രോഡക്റ്റ്. ഇത് ആയുർവേദ, സിദ്ധ, യുനാനി എന്ന ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്. അശ്വഗന്ധ ഉണ്ട്, തണ്ണീർമത്തുണ്ട്, വങ്ക ഭസ്മമുണ്ട്, ലോക ഭസ്മമുണ്ട്, ഭസ്മമുണ്ട്, ശതാവരി ഉണ്ട്, ചിറ്റമൃതം ഉണ്ട്, കുങ്കുമപ്പൂവുണ്ട്. അതേപോലുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ മോർ പവർ ഉപയോഗിക്കുന്നത്. വളരെയധികം ശക്തമായ നമ്മുടെ ശരീരത്തിന്റെ ഏതാണ്ട് 11 ആരോഗ്യ വസ്തുക്കളെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് കൂടാതെ നമ്മുടെ ഗീർ പശുവിന്റെ നെയ്യുണ്ട്, ഏതാണ്ട് വിറ്റമിൻസിന്റെ കലവറയാണത്. അതേപോലെ A2 ഗ്രേഡ് ആണ് ആ നെയ്യ്. അത് ശരീരത്തിന് ഒത്തിരി, ഗട്സിന്, നമ്മുടെ ആമാശയത്തിന് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം ഈ നെയ്യ്, സാധാരണ നെയ്യ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് കഴിക്കാൻ സാധിക്കില്ല. നമ്മുടെ നെയ്യ് എത്ര കൊച്ചുകുട്ടിക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ ബ്രെയിനിന്റെ പവർ കൂടുന്നുണ്ട്, ഓർമ്മശക്തി കൂടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ നെയ്യ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ വിറ്റമിൻ omega-3 കിട്ടുന്നുണ്ട്, കണ്ണിന്റെ വിഷൻ കൂടാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പല പല വിറ്റമിൻസും ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങളെ, ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നുണ്ട്. അതേപോലെ ശരീരത്തിന്റെ അണുബാധകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്, ദഹനത്തെ സഹായിക്കുന്നുണ്ട്. ഈ ദഹന ജ്യൂസുകള് ഇത് പരിപോലിപ്പിച്ചിട്ട് ഇത് കൂട്ടുന്നുണ്ട്. ഹൃദയത്തിന്റെ മിടിപ്പിനെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ ഗീക്ക് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ്, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സീബക്തോൺ. നമ്മുടെ പ്രധാനമന്ത്രി വരെ ഈ പ്രോഡക്റ്റ് ഇത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നു. സീബക്തോൺ കഴിക്കൂ എന്നാണ് പറയുന്നത്. ഈ സീബക്തോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതില് ഒത്തിരി വിറ്റമിൻസ് ഉണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒത്തിരി വിറ്റമിൻസ്, വിറ്റമിൻ A ഉണ്ട്, B ഉണ്ട്, B2 ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ ഇത് ഉണ്ടാകാൻ ഏറ്റവും ഉള്ള അത്യാവശ്യമാണ് വിറ്റമിൻസ് ആണ്. നമുക്ക് ഇന്ന് നമുക്ക് ഒരു അറ്റാക്ക് വരാൻ, ചെറുപ്പക്കാരിൽ വരെ അറ്റാക്ക് വരാൻ ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു കുറവാണ്. രക്തധമനികളിലേക്ക് അകത്ത് ഉണ്ടാകുന്ന തൊലികളെ ശക്തിനെ, തൊലി കളയുന്ന ഒരു ആസിഡാണ് ഈ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത്. അതിന് വിറ്റമിൻസിന്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ സീബക്തോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും വിറ്റമിൻസിന്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. വിറ്റമിൻ A, B, B2, C, D, E, K എന്നുള്ള. അതുപോലെ ഫോളിക് ആസിഡ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇത് കൂടാതെ omega-3 ഒരു കലവറയാണ്. അതേപോലെ omega-6 കിട്ടുന്നുണ്ട്, omega-7 കിട്ടുന്നുണ്ട്, omega-9 കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് ഹിമാലയത്തിൽ ഉണ്ടാകുന്ന ഒരു അപൂർവ ഒരു ഫുഡാണ്, ഒരു സൂപ്പർ ഫുഡാണ് ഈ പ്രൊഡക്റ്റ്. ഇത് ഇമ്മ്യൂണിറ്റി സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽത്തി സ്കിൻ ഉണ്ടാകാൻ അതുപോലെ അത് ചെയ്യുന്നുണ്ട്. ഹെൽത്തി നല്ല ഗ്ലോ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങളിത് ഉപയോഗിച്ചു നോക്കും, ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന്റെ സ്കിൻ തന്നെ നല്ല മാറ്റം കിട്ടും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആകുക എന്നുള്ളതാണ്. അതേപോലെ ആകാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കണ്ണിന്റെ ഹൈയുടെ ഹെൽത്ത് സഹായിക്കുന്നുണ്ട്. ഇതൊരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. വിറ്റമിൻ ഇത് ഹൃദയാരോഗ്യത്തിനെ സംബന്ധിച്ച് ഡൈജഷന് സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി ഗുണങ്ങൾ ഇത് ഉണ്ടാകും. ഇതിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല.
അത്രയധികം കാര്യങ്ങൾ ഈ സീബക്തോൺ ഉണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സീബക്തോൺ ഞാൻ കഴിക്കുന്നുണ്ട്, ഗർഭശന്റെ നെയ്യ് കഴിക്കുന്നുണ്ട്, അതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉന്മേഷം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ നേരത്തെ ഓമന മാഡം പറഞ്ഞ പോലെ 10 മണി വരെ ഞാൻ രാത്രി വർക്ക് ചെയ്യാറുണ്ട്. വൈകുന്നേരം 5:30 ഓഫീസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി 9 അല്ലെങ്കിൽ 10 മണി വരെ ഫീൽഡിലാണ്. അപ്പൊ ഈ ഫീൽഡിൽ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് നിങ്ങൾ എല്ലാം ആലോചിച്ച് നോക്കണം. 9 മണിക്ക് നമ്മൾ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ 5:30 വരെ, ചെറിയൊരു ജോലിയല്ല, നല്ല ടെൻഷനുള്ള ജോലിയാണ്. ആ ജോലിയുടെ കൂടെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കൂടെ ഇറങ്ങി ചെയ്തു പോകണം. ഇത് ചെയ്തു എന്ന് പറയാൻ കാരണം ഇതൊരു ചെറിയ ഇതല്ല, നമ്മളെ ആരോഗ്യം മാത്രമല്ല, ഇതിലും നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഈ ബയോടൂറിസത്തിൽ വന്നതിന് ശേഷമാണ്. എനിക്ക് നല്ലൊരു സാലറി ഉള്ള ഒരാളാണ്, പക്ഷെ ഈ സാലറി എന്റെ പോകുന്നത് മുഴുവൻ EMI പോകുന്നുണ്ട്, അതേപോലെ വെഹിക്കിൾ ലോണിലേക്ക് പോകുന്നുണ്ട്, അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അവസാനം ആവുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടാവും? ബാലൻസ് എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങൾ ഇതില് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ഇതില് എനിക്ക് പൈസയ്ക്ക് ആവശ്യമില്ല എന്നാണ് പലരും പറയുന്നത്. നിങ്ങളൊരു കടയിൽ കയറിയിട്ട് നിങ്ങളൊരു മെനു കാർഡ് എടുക്കുക. ഈ മെനു കാർഡ് എടുത്തിട്ട് നിങ്ങൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമില്ല. പക്ഷെ ആദ്യം നിങ്ങൾ നോക്കുന്നത് ഓരോരുത്തരുടെ ഇതിന്റെ വിലയാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ്. ഇതിലൂടെ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം കമ്പനി ഇന്ന് ചെയ്തു തന്നിരിക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തി ഇതിൽ ജോയിൻ ചെയ്ത് 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അതിലൊരു 80 PV അല്ലെങ്കിൽ 70 PV ഒരു സൈഡിൽ മാച്ച് ചെയ്ത് 50 PV മറ്റേ സൈഡിൽ മാച്ച് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കിട്ടുന്നത് 800 അല്ലെങ്കിൽ 1200 രൂപ വില ഇത് രൂപയാണ്. ഒരു PVക്ക് 40 രൂപയാണ് തരുന്നത്. കമ്പനി ഒരു ദിവസം തരുന്ന വരുമാനം എന്ന് പറയുന്നത് 2 നേരം കൊണ്ട് 1 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കട്ട് ഓഫിൽ കമ്പനി തരുന്നത് 50,000 രൂപയാണ്. 50,000 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മള് ഒരു മാസം സാലറി ആയിരിക്കും, ചിലപ്പോൾ ഒരാളുടെ 2 മാസം സാലറി ആയിരിക്കും. അത് ഒരു 12 മണിക്കൂർ ഗ്യാപ്പിലാണ് നമുക്ക് തരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മനോജ് സാറിന്റെ വരുമാനം നമ്മൾ കണ്ടു. 24 മണിക്കൂറിൽ 50,000 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയാണ്. നമ്മളെ സംബന്ധിച്ച് 30 ദിവസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ അത്രയും കിട്ടുന്നവർ പലരും ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതിലൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 1 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും. 7 ദിവസം കൊണ്ട് 7 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും. 30 ദിവസം കൊണ്ട് 30 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും. 100 ദിവസം കൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മളിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്, 1 കോടി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 1 കോടി അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് 100 ദിവസം കൊണ്ട് ഇതിലൂടെ നേടാൻ പറ്റും. അല്ലെങ്കിൽ 3 മാസം കൊണ്ടാണെങ്കിലോ, അല്ല 1 വർഷം കൊണ്ടാണെങ്കിലോ 3,65 ലക്ഷം രൂപയോളം നേടാൻ സാധിക്കും. അപ്പൊ അതേപോലെ ഒരു കരിയറിലേക്കാണ് നിങ്ങൾ ഇതിൽ വന്നേക്കുന്നത്. അതിന്റെ ഒരു 10% നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 36 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിന് മുകളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന. കമ്പനി പറയുന്ന അവസരങ്ങളുടെ 10% മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയായിരിക്കും. വേണ്ട, കമ്പനി പറയുന്ന ശതമാനത്തിൽ 1% ചെയ്താൽ പോലും 30,000 രൂപ നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ എത്തിയേക്കുന്നത്. പല പുഴകളും ഒഴുകി സാഗരത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് പല ഡയറക്ട് സെല്ലേഴ്സും പല കമ്പനികളിലുള്ള ഇപ്പൊ ആളുകൾ എല്ലാവരും ഒഴുകി നമ്മൾ എത്താൻ പോണത് ഈ ബയോടൂറിയം എന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. അത്രയധികം ഇന്ന് 1 ലക്ഷം കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ന് നിലവിലില്ല. 30 ലക്ഷം രൂപ മാസം കൊടുക്കുന്ന ഒരു കമ്പനിയും എനിക്ക് തോന്നുന്നില്ല ഇന്നുണ്ടെന്ന്. അപ്പൊ അതൊക്കെ ആഴ്ചയിൽ കൊടുക്കും. ഇത് ഡെയിലി ആണ് ഇതിന്റെ പേ ഔട്ട് വരുന്നത്. ഡെയിലി 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഉള്ള പേ ഔട്ട് 4-ാം തീയതി ഇതിൽ കിട്ടുന്നത്. അപ്പൊ അതേ രീതിയിലാണ് ഇതിന്റെ പ്രോഡക്റ്റുകളും ഇതിന്റെ വരുമാനവും ഫിക്സ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജീവിതം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല പല ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പൊരുതാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് കളയാതെ ഇതിലൂടെ വിജയിക്കാൻ സാധിക്കും. ഇന്ന് ലോകത്ത് വിജയിച്ച ആളുകളൊന്നും ഒറ്റയടിക്ക് വിജയിച്ചു വന്നവരല്ല. ഓരോ സ്റ്റെപ്പ് 1, 2, 3 എന്നുള്ള എണ്ണി വന്നവരാണ് എല്ലാവരും. ഇപ്പൊ ഇന്ന് നമ്മുടെ ടീമിലുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറ് 3,60 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വന്നത് ഒരാളെ ചേർത്തിട്ട് അല്ലെങ്കിൽ 2 പേരെ ചേർത്തിട്ട് തന്നെയാണ്. അതേപോലെയുള്ള ആളുകളാണ് നമ്മളെ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾ ഇന്ന് വന്നുകൊണ്ട് നിങ്ങൾ ഭാഗ്യവന്മാരാണ്. കാരണം ഇതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്, ഒത്തിരി ടെസ്റ്റിമോണികൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മനോജ് സാറിനേക്കാളും ഉപരി
മുകളിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ ഈ പ്രോഡക്റ്റ് നമ്മുടെ ഈ കമ്പനി കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും പ്രോജക്റ്റിനെ കുറിച്ചും വളരെ വ്യക്തമായി നമ്മുടെ ഷിബു സാറ് പറഞ്ഞു തന്നു. ഇനി നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സമയമുണ്ട്, അതാണ് സ്പീഡിൽ പോകുന്നത്. നമ്മുടെ ബ്ലാക്ക് ഡയമണ്ട് നമ്മുടെ എല്ലാം തലപ്പത്തി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന KBSയുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ മനോജ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ വെൽക്കം. ഓക്കെ താങ്ക് യു ഓമന മാം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷിബു സാറാണ് നമ്മളോട് സംബന്ധിച്ചത്. വളരെ നല്ല രീതിയിൽ എന്താണ് ബയോട്ടോറിയം പ്രൊഡക്ട്സുകൾ എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട്, ശാസ്ത്രീയമായിട്ട്, ആധികാരികമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതികളും ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളും അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ടുകളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ റിസൾട്ടുകളും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഒരു ബിഗ് കൺഗ്രാജുലേഷൻ ഷിബു സാറിന് നേരുകയാണ്. എല്ലാ വിജയാശംസകളും നേരുകയാണ്. താങ്ക് യു സാർ. നല്ല അടിപൊളി ഒരു ക്ലാസ് ആയിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. അദ്ദേഹം ഒരു നല്ലൊരു സ്ഥാപനത്തിൽ ഒരു ടോപ്പ് ഹെഡായിട്ട്, ഫിനാൻഷ്യൽ ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ബയോട്ടോറിയത്തെ അത്രയും പ്രണയിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെയും രാത്രിയും ഒക്കെ സമയം കിട്ടുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് തനിക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റിയെ അവതരിപ്പിക്കുകയും അവർക്കെല്ലാം നിരവധി റിസൾട്ട് വാങ്ങിച്ചു കൊടുക്കുകയും അതിലൂടെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നല്ലൊരു ടീം ബിൽഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് സംസാരിക്കുക, അതാണ് ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത എന്ന് പറയും. ഈ സുപ്രഭാതം ഈ വേളയിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്നുള്ളതാണ്. ആ പ്രൊഡക്റ്റ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു അവയർനെസ് ആയിരുന്നു. ഇത് ഓരോ ബോഡിയിലും വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായി. ഇതുപോലെ ക്ലാസ്സുകളിൽ നിങ്ങൾ ഡെയിലി പങ്കെടുക്കുമ്പോഴാണ് നമുക്കൊരു അറിവുണ്ടാകുന്നത്. ക്ലാസ്സുകൾ പങ്കെടുക്കാതെ നമുക്ക് അറിവുണ്ടാവില്ല, അല്ലെ? വിത്തൗട്ട് ലേൺ, അല്ലെ, ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏൺ ചെയ്യാൻ പറ്റില്ല. ആദ്യം ലേൺ ചെയ്യാം, പിന്നെ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ലേൺ ചെയ്യാതെ ഏൺ ചെയ്യാൻ പറ്റില്ല. അത് എവിടെ അങ്ങനെയാണ്, അല്ലെ? ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ നഴ്സറി ക്ലാസ് മുതൽ 1ാം ക്ലാസ് മുതൽ പോയി അധ്യാപകന്റെ അടി കൊണ്ട് അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് IAS കാരനും IPS കാരനും, അല്ലെ, ജില്ലാ കലക്ടറും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സ്റ്റെപ്പാണ്, ഓരോ പ്രോസസ്സാണത്. അതേപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഇത് ഒരു ATM മെഷീൻ അല്ല. ചില ആൾ വിചാരിക്കുന്നത് ATM മെഷീൻ ആണെന്ന് ഡയറക്ട് സെല്ലിംഗ്. വേഗം പോയ നാളെ മുതൽ ഇങ്ങോട്ട് കാശ് കിട്ടുന്നു. ഒരു കാരണവശാലും കിട്ടില്ല സുഹൃത്തുക്കളെ. പണിയെടുക്കാൻ തയ്യാറാകണം. നമുക്ക് കിട്ടിയ അവസരത്തെ ഉപയോഗിക്കാൻ വേണ്ടി ശരിക്കും പണിയെടുക്കണം. ബയോട്ടോറിയം ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കണമെങ്കിൽ അത് വളരെ സിമ്പിൾ ആണെന്ന് മാത്രം എടുത്ത പണി. അതാണ്, മറ്റു പണി പോലെ കരിങ്കല്ല് ചുമക്കണ്ട, അല്ലെ? ഇവിടെ രണ്ട് ആത്മാർത്ഥതയുള്ള ആവശ്യമുള്ള ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. നല്ല ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്നാൽ മതി, അവരുടെ കോണ്ടാക്ട്സ് എടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വരും. അവര് ഡെവലപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ കൊടുക്കുക. ആ എഡ്യൂക്കേഷൻ സംവിധാനത്തിന്റെ ഭാഗമാണ് നമ്മൾ രാവിലെ നടക്കുന്ന ഈ സൂം മീറ്റിങ്ങുകൾ. അതിലേക്ക് എല്ലാവരും പങ്കെടുക്കണം. ഇതെപ്പോഴും ഇത്രയേ ഉള്ളൂ. ഈ 200 താഴെ ഒരു 300 ആയ ലോകം ഇടിഞ്ഞു വീഴുവോ? നിങ്ങൾ നോക്കിക്കോ, ഈ 200 താഴെ അല്ലാണ്ട് ഇന്നത്തെ ഇതുവരെ ആൾ വന്നിട്ടില്ല. ഞാനിത് 1000 പേരുടെ സൂം എടുത്തിട്ട് മാസം കാശ് അടച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ 100 ആക്കാൻ വേണ്ടി പോവാ. എന്തിനാ വെറുതെ കാശ് കളയും, അല്ലെ? ആർക്കും താല്പര്യമില്ല. നിങ്ങൾ കുറച്ചാൾ വരും, ബാക്കിയുള്ളവരൊന്നും ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല. നിങ്ങൾ പറയണം എന്റെ ടീം ഒന്ന് ബിസിനസ് മീറ്റിംഗ് കയറണം നാളെ, അല്ലെങ്കിൽ എന്നെ വർക്കിന് വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ ആരും കയറാതിരിക്കില്ല. ഇത് കയറി കേൾക്കണം. ഡെയിലി കിട്ടുന്ന ഈ അറിവുകളാണ്, ചെറിയ അറിവുകളാണ് നമ്മളെ വലിയ ഒരു അറിവുകളാക്കി മാറ്റുന്നത്, അല്ലെ? ചെറിയ ഓരോ മഴത്തുള്ളികളാണ് അരുവികളായും മഹാസമുദ്രമായിട്ടും മാറുന്നത് എന്ന് നമ്മൾ പറയും പോലെ തന്നെയാണിത്. നിർബന്ധമായിട്ട് എല്ലാവരും അവരുടെ ടീം 2 പേരെ 3 പേരെ കൊണ്ടുവന്ന ഇന്നിപ്പോ ഇതാ എത്ര പേരായിരുന്നു. വെറുതെ അല്ല പറയും, നമ്മൾ അറിവ് നേടിയാലേ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്ത് പറയണം, എന്ത് പറയാൻ വേണ്ടി പാടില്ല. ഒരു ഫീൽഡ് പോകുമ്പോൾ നിങ്ങളോടൊരു സംശയം ചോദിക്കുമ്പോൾ അതിന് എങ്ങനെ മറുപടി കൊടുക്കണം, എല്ലാം ഈ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം പുതിയ ഇൻകം പ്ലാൻ വന്നതോടുകൂടി ജൂലൈ 6 മുതൽ ബയോട്ടോറിയം വേറെ ബ്ലാസ്റ്റിങ്ങിലേക്ക് മാറി. എല്ലാവർക്കും അറിയാം, അല്ലെ? ഒരു ദിവസം 1 ലക്ഷം രൂപ ആർക്ക് കിട്ടൂടെ? നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര പേർക്ക് ഒരു ദിവസം 1 ലക്ഷം രൂപയായിട്ട് 10,000 കിട്ടുന്ന ആളുണ്ടോ? ഒരു ദിവസം 10,000 കിട്ടുന്ന ആളുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാടും
ഉള്ള കടക്കാരെ കുറിച്ച് നോക്കൂ. അവരൊക്കെ കട നടത്തി കടമായവരാണ് അവര്. മനസ്സിലായ? കടക്കാരാണ്. മനസ്സിലായ? അവർക്ക് പോലും ഇത്രയും വരുമാനമില്ല. ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് എവിടെയുള്ളൂ? എന്താണ്? എനിക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ഉറച്ച തീരുമാനം, ആ ദൃഢനിശ്ചയം, അതാണ് നിങ്ങളെ വിജയിപ്പിക്കുക. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഇവിടെ വേണ്ടുള്ളൂ. അതിന് പോരാടാൻ തയ്യാറായ എന്താ പറയുക, ഒരു മനസ്സും കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്. ഒരു സംശയമില്ല. അങ്ങനെ പുതിയ പുതിയ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഒരു ദിവസം 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ ഇല്ല, ബയട്ടോറി ഒഴികെ. ഒരു മാസം 30 ലക്ഷം രൂപ വേണ്ട. ഇതിന്റെ 10% പണിയെടുത്താലും നിങ്ങൾക്ക് മാസം 3 ലക്ഷം കിട്ടത്തില്ലേ? ഇല്ലേ? 90% നിങ്ങൾ പണിയെടുക്കണ്ട, 10% പണിയെടുത്താലും മാസം 3 ലക്ഷം കിട്ടും. അപ്പൊ ഒരു കൊല്ലം എത്രയും 36 ലക്ഷമായി. അങ്ങനെ നിങ്ങൾ 3 വർഷം പണിയെടുത്താൽ മതി, 1 കോടിയായ. എന്ത് പണിക്ക് പോയാൽ കിട്ടും 1 കോടി രൂപ 3 വർഷം കൊണ്ട്? ഈ 50 വർഷം പണിയെടുത്തിട്ട് വല്ലതുണ്ടോ ബാങ്കിൽ? ഇപ്പൊ ആവശ്യം വന്ന അടുത്തവരോട് കടം വാങ്ങേണ്ട സ്ഥിതിയല്ലേ? സ്വയം ചിന്തിക്കുക നിങ്ങൾ ഓരോരുത്തരും ഈ സുപ്രഭാതത്തിൽ. 10% പണിയെടുക്കാൻ തയ്യാറാവും. 100% അവിടെ നിൽക്കട്ടെ. 10% പണിയെടുത്താലും 36 ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാക്കാം. 3 കൊല്ലം കൊണ്ട് നിങ്ങൾ കോടീശ്വരനാവും. മരിക്കുന്നതിന് മുമ്പ് ഒരു കോടീശ്വരൻ എന്നുള്ള, മനസ്സിലായ? ഒരു നെറ്റിപ്പട്ടം ചാർത്തിട്ട് ഈ ഭൂമി ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോകാം. അവിടെ നിൽക്കാൻ വേണ്ടി പോകുന്നുണ്ടോ 3 വർഷം കഴിഞ്ഞാല്? 3 വർഷം കഴിയുമ്പോഴേക്ക് എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ ടീം നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലേക്ക് പോകും. വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വരികയും വലിയൊരു ഇൻകത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും വേണ്ടി സാധിക്കും. പിന്നെ അവിടുന്ന് ഓരോ വർഷവും മിനിമം 1 കോടിയോ 2 കോടിയോ 3 കോടിയോ അച്ചീവ് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ടീമിന്റെ കൂടിയാണ്. അവിടെ ലീഡേഴ്സ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, പ്രോഗ്രാം ഉണ്ട്. ഇന്നലെ തലശ്ശേരി പ്രോഗ്രാം ആയിരുന്നു, ഞാൻ അവിടെ പോയിരുന്നു. മനസ്സിലായ? വിനീഷ് സാറിന്റെ എങ്ങനെയാണ് നമുക്ക് സെയിൽസ് എടുക്കാൻ പറ്റുക എന്നുള്ളത് അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് വടകര നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഏകദേശം 10-60ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞിട്ട് അവരെ ഫീൽഡിലേക്ക് വിട്ടു. ഫീൽഡിലേക്ക് വിട്ടാണ്ട അനുഭവം എന്താണ്? പല സ്ഥലത്ത് നിന്ന് വന്ന ആളുകളാണ്. അവിടെ വീടൊന്നും അറിയില്ല. ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ പോവുക, അവിടെയൊക്കെ പോയി ബെല്ലടിക്കുക. അവിടെയൊക്കെ പോയപ്പോ അവര് ആദ്യമായിട്ടാണ് ബയട്ടോറിയം കേൾക്കുന്നത്. ഇങ്ങനത്തെ സംഭവം ഉണ്ടോ, എന്നാൽ ഞങ്ങൾക്കൊന്ന് വേണം, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം. അപ്പൊ പറഞ്ഞു, അടുത്ത ചൊവ്വാഴ്ച ഞങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഹെൽത്ത് അവയർനെസ് മീറ്റിംഗ് ഉണ്ട്, ഇന്ന് ഞങ്ങൾ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകളും പോയിട്ട് 10ഉം 12ഉം പേരെ 2 മണിക്കൂർ കൊണ്ട് കണ്ടു. അവിടെ ലിസ്റ്റ് തയ്യാറാക്കി, അവർക്ക് നോട്ടീസ് കൊടുത്തു, അവരെ ഇൻവൈറ്റ് ചെയ്തു. ഇനി അതിന്റെ തലേ ദിവസം ഒന്നും കൂടെ പോയി അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കച്ചവടം നടക്കും. മനസ്സിലായ? അവിടെ ബിസിനസ് നടക്കും. ആ രീതിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ തയ്യാറാവണം. പ്രോഗ്രാം ഉള്ള സ്ഥലങ്ങളിലേക്ക് വരണം. അല്ലാണ്ട് വീട്ടിൽ ചതഞ്ഞുകൂടി ഇരുന്നിട്ട് എനിക്ക് അത് കിട്ടിയില്ല, ഞാനും ബയട്ടോറിയാണ് ചെയ്യുന്നത്, എന്റെ അപ്ലൈൻ ശരിയല്ല, അതിന്റെ മുകളിൽ ഒരുത്തനുണ്ട് മനോജ് എന്ന്, അവൻ തീരെ ശരിയല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ ശരിയാവണം സുഹൃത്തുക്കളെ. മനസ്സിലായ? ചുമ്മാ കാശ് കിട്ടില്ല. അത് ഞാൻ വീണ്ടും പറയുന്നത് ATM അല്ല ഇത്. ഇറങ്ങണം, ദിവസം ഇറങ്ങണം. ഒരു 3 വർഷം കഷ്ടപ്പെട്ടാൽ മതിയെന്ന്. പിന്നെ ഇങ്ങനെ പോവും അല്ലേ? തിരമാല അടിക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ അക്കൗണ്ടിലൊക്കെ വരുന്ന കാണുന്നില്ലേ? എല്ലാ ദിവസത്തെയും സ്ക്രീൻഷോട്ട് ഞാൻ ഇടുന്നില്ല. പലരും പറഞ്ഞു അങ്ങനെ ഇടണ്ടാന്ന്, അതുകൊണ്ടാണ് ഇടാത്തത്. മനസ്സിലായി? അടുത്ത ദിവസം 1 ലക്ഷത്തിന്റെ സ്ക്രീൻഷോട്ട് വരും. ഒരു സംശയം വേണ്ട, നിങ്ങൾ കണ്ടോ? ഒരു ദിവസം 1 ലക്ഷത്തിന്റെ സ്ക്രീൻഷോട്ട് അടുത്ത ദിവസം വരും. 3,65,00,000 സ്ക്രീൻഷോട്ടും വരും. അടുത്ത തിരുവോണം ആകുമ്പോഴേക്കും നിങ്ങൾ കണ്ടോ 3,65,00,000 രൂപ ബയട്ടോറിയത്തിലും മേടിക്കും എന്ന് പറഞ്ഞാൽ മേടിക്കും. അതാണ് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസാണ് നിങ്ങൾക്ക് വേണ്ടത്. എനിക്കൊന്നും പറ്റൂല കേട്ടാ, ഞാനെന്താ പറയണത്? ഈ കോൺഫിഡൻസ് അതൊരു കോൺഫിഡൻസ് ആണെന്ന്. ആ ഒരു ആത്മവിശ്വാസമാണ്. ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ തീരുമാനിക്കണം എത്ര മേടിക്കുന്നു, അത് മേടിക്കും. തീരുമാനിച്ച് ഇറങ്ങാൻ പുഷ്കരൻ സാറേ, ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലോ അല്ലെ? 24 മണിക്കൂർ ഇറങ്ങും. എവിടെ ഇന്നലെ കണ്ടില്ലല്ലോ തലശ്ശേരി? നിങ്ങളെ കുറവുണ്ടായിരുന്നു അവിടെ, ഞാൻ അന്വേഷിച്ച്. അപ്പൊ പറഞ്ഞ ആള് മുങ്ങിയിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞേ. ഇനി എന്താ, ആരെ നോക്കാനാ? മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി എന്ന് പറഞ്ഞതൊക്കെ അല്ലെ? ഇറങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്, വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഈ നാട്ടിലുണ്ടല്ലോ ഒരു ഡയറക്ട് സെല്ലർ എന്നുള്ള നിലയിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. ഒരു അടിപൊളി 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടും ഒരു പ്രീമിയം കാറും 1 കോടിയോ 2 കോടിയോ ബാങ്ക് ഡെപ്പോസിറ്റും അടിപൊളി പോഷായിട്ട് ജീവിക്കാനുള്ള അവസരം ഇവിടെ ദൈവം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. കേരളത്തിൽ എത്രയോ ആളുകളുണ്ട്, അവർക്കൊന്നും കിട്ടിയിട്ടില്ല ഈ മഹാസൗഭാഗ്യം എന്ന് പറയുന്നത്. ഇനി ഉറങ്ങാതെ എല്ലാവരും എഴുന്നേൽക്കുക, ജാഗരൂകരായി പ്രവർത്തിക്കുക. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൊണ്ട് നിർത്തുകയാണ്. മനസ്സിലായ? അതുകൊണ്ട് എല്ലാവരും ഇന്ന് മിനിമം 5 വരെയെങ്കിലും കാണും എന്നൊരു തീരുമാനം എടുത്തിട്ട് വേണമെങ്കിൽ സൂം മീറ്റിംഗ് പുറത്തേക്ക് ഇറക്കാൻ. 5 വരെ കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ. ആ രീതിയിലേക്ക് നിങ്ങൾ 5 വരെ നിങ്ങളെ കളിയാക്കി വിട്ടോട്ടെ. അപ്പൊ ചിരിച്ചോണ്ട് 6ാമത്തെ ആളെ കാണാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. ഇത്ര വേണ്ടുള്ളൂ.
മനസ്സിലായ? അടുത്ത ദിവസം കാണുക, അടുത്ത ദിവസം കാണുക, അടുത്ത ദിവസം കാണുക, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ അവരൊന്നും നിങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഈ പ്രകൃതി ശക്തിയുണ്ട് സുഹൃത്തുക്കളെ. ആ പ്രകൃതി ശക്തി നിങ്ങളിലേക്ക് ആരെങ്കിലും പുതിയ ആളുകൾ എത്തി. ഇന്നലെ അവിടെ പ്രീതി മേഡം പറഞ്ഞു, അവരൊരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടതാ. ഒരു പ്രോഗ്രാമിൽ വെച്ച് ജസ്റ്റ് പരിചയപ്പെട്ട് ഇങ്ങനെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതാ. അവർ ഇന്നലെ ആ പ്രോഗ്രാമിൽ വന്നു, കണ്ണൂരിൽ നിന്ന് വന്ന് ഭാര്യയും ഭർത്താവും വന്നു എന്നാ ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഓൺ ദ സ്പോട്ട് തന്നെ 16,500 രൂപയുടെ പ്രൊഡക്റ്റും കൊടുത്ത് റെഡി ക്യാഷും മേടിച്ച് ഇതാ ഇന്നിപ്പോ എൻട്രി വെക്കുക. എന്തുകൊണ്ടായി സാധിച്ചത്? ഒരു പരിചയമില്ല, പരിചയമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ എന്താണെന്ന് പറയാനുള്ള ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടായാൽ മതി. അല്ലെ പ്രീതി മേഡം അത് സംസാരിച്ചുകൊണ്ടാണ് ഇവിടെ കച്ചവടം നടന്നത്. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഊർജവും ആവേശവും ശക്തിയും വേണം നിങ്ങൾക്ക്. ആഗ്രഹം ഉണ്ടായത് കൊണ്ടൊന്നും ഇവിടെ ഒന്നും നേടാൻ പറ്റില്ല കേട്ടോ. എനിക്കൊരു കോടി വേണം എന്ന് ആഗ്രഹിച്ചാൽ 10 പൈസ കിട്ടാൻ വേണ്ടി പോകണം. ആഗ്രഹം കൊണ്ടൊന്നും നടക്കൂല. ആക്ഷൻ ഉണ്ടാകണം. അത് നേടിയെടുക്കാനുള്ള ഒരു എന്ത് വേണം? ഒരു പ്ലാനിങ് ഉണ്ടാവണം. നിങ്ങൾക്ക് ആക്ഷൻ ഉണ്ടാവണം. അതിന്റെ കൂടെ ദൃഢനിശ്ചയം ഉണ്ടാകണം. ചില ആൾ അങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വിളിക്കുമ്പോ ഇങ്ങോട്ട് പോവാ, 2-3 കമ്പനിയിൽ പോയിട്ട് ഐഡിയ അടിക്കുക. അതാണല്ലേ ഇതൊന്നും അതിൽ നിന്നും കിട്ടും ഇതിൽ നിന്നും കിട്ടും വിചാരിക്കുക. ഒന്നൊന്നും കിട്ടാൻ വേണ്ടി പോകണില്ല സുഹൃത്തുക്കളെ. ദൃഢനിശ്ചയത്തോടുകൂടി കരിങ്കല്ല് പോലെ ഉറച്ചു നിൽക്കണം. സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്താഗ്രഹവും പുഷ്പം പോലെ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നേടിയെടുത്തോണ്ടാണ് ഞാനീ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് നിങ്ങളെ പോലെ വലിയ മസിലും ഇല്ലാതാ അല്ലെ, പവിത്രൻ സാറെ പോലെ വലിയ ആരോഗ്യവും ഇല്ല, ഹൈറ്റും ഇല്ല, വെയിറ്റും ഇല്ല, കൊമ്പും ഇല്ല, കമ്പും ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ ഉള്ളത്? ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ് അല്ലെ. അപാരമായ ഒരു കോൺഫിഡൻസ് ലയൺസ് മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ഇറങ്ങ്. യു ആർ ദ അച്ചീവേഴ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.